ശ്രീമദ് ഭാഗവതം ക്ലാസ് 106. ഇന്ന് നമ്മൾ നോക്കുന്ന സ്കന്ധം 5-ലെ 13-ാമത്തെ അധ്യായമാണ്. യഥാർത്ഥത്തിൽ 13-ഉം 14-ഉം ഒന്ന് തന്നെയാണ്. പക്ഷേ 14-ല് കുറച്ച് വിസ്തരിച്ച് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് അതിൻ്റെ വെളിച്ചത്തിൽ ഇത് നോക്കിക്കഴിഞ്ഞാൽ ഒന്നുമില്ല. പക്ഷേ ഇത് ചുരുക്കിയിട്ട് ഒരാശയം പറഞ്ഞതാണ് 13-ല്. അപ്പം ചുരുക്കിയിട്ട് പറയുമ്പോൾ നമുക്കൊരു ഫ്രീഡമുണ്ട്. നമുക്ക് നമ്മുടേതായ നിലയിലും അതിനെ വർണ്ണിക്കാൻ പറ്റും. കാരണം ആ അർത്ഥത്തിൽ പല അർത്ഥങ്ങളും എടുക്കാം. പക്ഷേ 14-ൽ അതിന് കൃത്യമായിട്ട് തന്നെ പറഞ്ഞു പോയിട്ടുണ്ട്. പക്ഷേ 14 കേട്ട് കഴിഞ്ഞാൽ 13 കേൾക്കേണ്ട ആവശ്യമില്ല. എങ്കിലും ഒഴിവാക്കണ്ടല്ലോ എന്ന് വെച്ചുകൊണ്ട് അതിലേക്ക് കടക്കുകയാണ്. ഇത് ഭവാട വിവർണ്ണനമാണ്. അതായത് 1-ല് രാവണൻ പറയുകയാണ്. രാവണൻ എന്ന് പറഞ്ഞാൽ നമ്മളെ ജഡദേവൻ. പ്രയാസമേറിയ പ്രവൃത്തി മാർഗത്തിൽ നമ്മൾ ഒരു ഭൗതിക ലോകത്തിൽ കർമ്മങ്ങൾ ചെയ്യാനാണ് ജനിച്ചിരിക്കുന്നത്. അപ്പോൾ പല കർമ്മങ്ങൾ പ്രവൃത്തി മാർഗങ്ങളിലൂടെ അതെല്ലാം പ്രയാസമേറിയതാണ്. നമ്മൾ എന്ത് ചെയ്യേണ്ടിയും പ്രയാസം, കുറച്ച് അധ്വാനിച്ചാലേ പറ്റുള്ളൂ. അപ്പോൾ എന്ത് പറ്റും? അതല്ല, ഏതിൻ്റെ അടിസ്ഥാനത്തിലാണ്? മായയിൽ അകപ്പെട്ട ഈ ജനങ്ങൾ മായയിൽ അകപ്പെട്ടിട്ടാണ് പ്രവൃത്തി ചെയ്യുന്നത്. മായയിൽ അകപ്പെട്ട് പ്രവൃത്തി ചെയ്യുക എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഇതിൻ്റെ പിന്നിലുള്ള ആ ശക്തി വിശേഷമാണ് നമ്മളെ കൊണ്ട് ചെയ്യിക്കുന്നത്. പക്ഷേ നമ്മളത് അറിയുന്നില്ല. നമ്മളിൽ ഞാനെന്നൊരു ചിന്ത ഉണ്ടാക്കിയിട്ട്, നമ്മളിൽ കുറച്ച് ആഗ്രഹങ്ങൾ ഉണ്ടാക്കിയിട്ട് അതിനെക്കൊണ്ട് ചെയ്യിപ്പിക്കുകയാണ്. ഈ തത്വം ഇത് നമ്മൾ മനസ്സിലാകുന്നില്ല. അതുകൊണ്ട് നമ്മൾ മായാലോകത്താണ്. നമ്മൾ ഞാനാണ് ചെയ്യുന്നത് എന്നുള്ള ഒരു തെറ്റായ ധാരണയിലാണ് നമ്മളെല്ലാം ചെയ്യുന്നത്. ഞാൻ എനിക്ക് വേണ്ടി. യഥാർത്ഥത്തിൽ ആ ശക്തിയാണ് നമ്മളെ കൊണ്ട് ഇതെല്ലാം ചെയ്യിപ്പിക്കുന്നത്. നമുക്കതിൽ നിന്ന് വഴിമാറിയൊന്നും പോകാൻ പറ്റില്ല. പക്ഷെ നമ്മൾ ചിന്തിക്കുന്നത് എന്താണ്? അല്ല, ഞാൻ തന്നെയാണ്. അതാണ് മായയിൽ അകപ്പെട്ട ജനങ്ങൾ സാധാരണ കർമ്മം ചെയ്യുമ്പോൾ രജോ തമോ സത്വ ഗുണത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അതായത് ന്യൂട്ടന്റെ ഫസ്റ്റ് ലോ, സെക്കൻഡ് ലോ, തേർഡ് ലോ പ്രകാരം 3 തരം കർമ്മമാണ് ഉണ്ടാക്കുക. എന്തെല്ലാം 3 തരം കർമ്മം? ഒന്നിക്കിൽ ഇന്നത്തെ അവസ്ഥയിൽ തന്നെ നിൽക്കുക, മാറ്റമില്ലാതെ ഇപ്പം എന്താ ചെയ്യുന്ന അതേപോലെ പോവുക. പക്ഷെ അതിൽ പുരോഗതി ഒന്നും ഉണ്ടാവില്ല, അതേമാതിരി പോകും. അധോഗതിയുമില്ല. അതാണ് സത്വഗുണം, ന്യൂട്ടന്റെ ഫസ്റ്റ് ലോ. പക്ഷെ ഒരു പുരോഗതിയിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ശക്തി ഉപയോഗിച്ച്, എനർജി ഉപയോഗിച്ച്, ഫോഴ്സ് ഉപയോഗിച്ചിട്ട് പ്രവർത്തിക്കണം. അതാണ് ന്യൂട്ടന്റെ സെക്കൻഡ് ലോ. അതാണ് രജോ ഗുണം. അപ്പം നമ്മൾ ഉന്നതിയിലേക്ക് പോകാൻ പറ്റും. നിൽക്കുന്നതിൽ നിന്ന് ഉയർന്ന സ്റ്റേജിലേക്ക് പോകാൻ പറ്റും. അങ്ങനെ പോകുമ്പോൾ ന്യൂട്ടന്റെ തേർഡ് ലോ പ്രകാരം അതിനെ എതിർക്കുന്ന ഒരു ശക്തിയുണ്ട്. അങ്ങനെ പോണ്ട എന്ന് പറഞ്ഞ് നിരുത്സാഹപ്പെടുത്തുന്ന ശക്തികളുണ്ട്. അതാണ് റിയാക്ഷൻ, തമോ ഗുണം. അപ്പൊ ഈ 3 ഏതെങ്കിലും അവസ്ഥയിലായിരിക്കും നമ്മൾ ഉണ്ടാവും. ഒന്നിട്ട് നമ്മൾ ഇങ്ങനെ തന്നെ നിൽക്കാൻ, ഇങ്ങനെ തന്നെ മതി, അങ്ങനെ പോട്ട് നീന്തിക്കുന്ന അവസ്ഥയിലായിരിക്കും. അല്ലെങ്കിൽ പുതിയൊരു കർമ്മങ്ങൾ ഏറ്റെടുത്തിട്ട് മുന്നോട്ടേക്ക് പോകേണ്ട, പുരോഗതിയിലേക്ക് പോകേണ്ട സ്ഥിതിയിലായിരിക്കും. അല്ലെങ്കിൽ എല്ലാത്തിനെയും പിന്നോട്ടേക്ക് വലിപ്പിക്കുക, ഒന്നും വേണ്ട എന്നുള്ള ഒരു നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് പോകും. ഈ ഗുണങ്ങളിൽ ഏതെങ്കിലും എല്ലാ മനുഷ്യരും ഈ 3 ഗുണങ്ങളിലോട്ട് തന്നെ പോകും. അതുകൊണ്ട് ഇത് പറയുന്നു, വിഭജിക്കപ്പെട്ട കർമ്മങ്ങൾ ആകൃഷ്ടരായി. അപ്പോൾ കർമ്മങ്ങൾ, ഓരോ ആളുടെ കർമ്മവും ഓരോ ആഗ്രഹത്തിനനുസരിച്ച് പലതായിട്ട് വിഭജിക്കപ്പെട്ടിട്ട് ആ കർമ്മങ്ങളിൽ ആകൃഷ്ടരായി ലൗകികാർത്ഥങ്ങളിൽ താല്പര്യം വെച്ചുകൊണ്ട് ലൗകികമായ സുഖങ്ങൾക്ക്, പദാർത്ഥങ്ങൾക്ക്, പണത്തിനെയെല്ലാം താല്പര്യം വെച്ചുകൊണ്ട് പല ദിക്കിലും ചുറ്റിക്കറങ്ങുന്നു. അപ്പം നമ്മളിങ്ങനെ പല ദിക്കിലും അതിൻ്റെ പിന്നാലെ പല കാര്യങ്ങൾ എന്തെങ്കിലും നേടാൻ വേണ്ടിയിട്ട് ഓടി നടക്കുകയാണ്. അങ്ങനെ എത്തിച്ചേരുന്ന ഈ ലോകത്തെ സംസാര സാഗരം എന്ന് പണ്ട് പറഞ്ഞതിന് പകരം ഇവിടെ സംസാര വനത്തിലകപ്പെടുകയാണ്. ഒരു വനത്തിലകപ്പെട്ടതിന് പോലെയാണ് നമ്മളെ അവസ്ഥ. വനത്തിലകപ്പെട്ട് കഴിഞ്ഞാൽ എന്താ സ്ഥിതി? എങ്ങോട്ട് പോകണം എന്നുള്ള ഒരു പിടിയും കിട്ടില്ല, ദിക്കും മനസ്സിലാകില്ല. അവിടെ കിടന്നിട്ട് എന്തെല്ലാം കാട്ടിക്കൂട്ടാനേ പറ്റൂ. അതേസമയം ചിലപ്പം നല്ല ഇതെല്ലാം കിട്ടിയെന്ന് വരും.
എന്ത് മറ്റേ തേനെല്ലാം കിട്ടിയെന്ന് വരും, ചിലപ്പോൾ വല്ല സിംഹവും പിടിച്ചെന്നും വരും. അപ്പോൾ ഒരു വല്ലാത്ത അവസ്ഥയാണ്. അതുകൊണ്ട് ആ സമയത്ത് എന്ത് പറ്റുന്നില്ല, പരമാർത്ഥമായ സുഖം ലഭിക്കില്ല. ശാശ്വതമായ സുഖം എന്താണ്? നമ്മുടെ മനസ്സിന് ഒരു അല്ലലുമില്ലാതെ ഒരു ശാന്തമായി നിൽക്കുന്ന സുഖം. അത് ഈ ഭൗതിക ലോകത്തിൽ ആർക്കും തന്നെ കിട്ടാൻ പോകുന്നില്ല. അതുകൊണ്ട് അതിന് വേണ്ടിയിട്ട് ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല, അത് കിട്ടാൻ പോകുന്നില്ല. നമ്മൾ ഓരോ ആഗ്രഹം ഓരോ ആഗ്രഹങ്ങൾ ഉണ്ടാക്കിയിട്ട് നമ്മളെ കൊണ്ടങ്ങ് അതിൻ്റെ പിന്നാലെ ഓടിപ്പിക്കും, സമാധാനം കിട്ടില്ല. ആ ആഗ്രഹം തീരുമ്പോൾ വേറൊന്നും ഉണ്ടാക്കിയിടും. അപ്പം ഈ കളിയിൽ നിന്നും നമ്മൾ സ്വയം പിന്തിരിഞ്ഞാൽ രക്ഷപ്പെടാം, എല്ലാത്തടത്തോളം ഒരു രക്ഷയില്ല. ഇനി 2, ഈ സംസാര വനത്തില് 6 കാട്ടുകള്ളന്മാർ ദുഷിച്ച നേതാക്കന്മാരുള്ള വാണിജ്യ സംഘത്തെ കൊള്ളയടിക്കുന്നു. കാട്ടിൽ സാധാരണ ഉള്ളൊരു സംഗതിയാണ് എന്തെന്ന്, കള്ളന്മാരെല്ലാം ഉണ്ടാവും. അവർ കച്ചവടക്കാരൻ, നമ്മളെല്ലാം കച്ചവടക്കാരായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. കച്ചവടക്കാരെന്ന് പറഞ്ഞാൽ ഒറ്റ വാണിജ്യ സംഘങ്ങൾ എന്ന് പറഞ്ഞാൽ അങ്ങനെ നടന്നുകൊണ്ട് കച്ചവടം നടക്കുന്ന ഒരു വിഭാഗം ഉണ്ടല്ലോ പണ്ടത്തെ കാലത്ത്. എന്തിനു വേണ്ടി? പണം കിട്ടാൻ വേണ്ടിയിട്ട് അവിടെ പോയി കച്ചവടം നടത്തുക, പണം നേടാൻ. കച്ചവടത്തിൻ്റെ ലക്ഷ്യം എന്താണ്? ലാഭം ഉണ്ടാക്കി കൂട്ടുക. കച്ചവടം എന്ന് പറഞ്ഞാൽ ലാഭം ഉണ്ടാക്കലാണ് ലക്ഷ്യം, അതിൻ്റെ പിന്നാലെ ഓടി നടക്കുക. അപ്പോൾ അവർക്ക് നല്ല നേതാവൊന്നും ഇല്ലെങ്കിൽ കള്ളന്മാർ എന്ത് ചെയ്യും? 6 കള്ളന്മാർ വന്നിട്ട് അവരെ എല്ലാം കൊള്ളയടിച്ചു കൊണ്ടുപോകും. അപ്പം കാട്ടിൽ സുരക്ഷിതത്വമില്ല എന്നാണ് ഇവിടെ പറയുന്നുണ്ടെങ്കിലും വേണമെന്നെങ്കിലും നമുക്ക് നമ്മുടേതായ വ്യാഖ്യാനങ്ങൾ ഇവിടെ കൊടുക്കാൻ പറ്റും. നമ്മളെ ഇന്ദ്രിയങ്ങളും മനസ്സും എല്ലാമാണ് കള്ളന്മാർ. അവര് ഓരോന്ന് കാണുമ്പോൾ ആകൃഷ്ടരായിട്ട് അതിൻ്റെ പിന്നാലെ ഓടി നടക്കുകയാണ്. അത് വേണം ഇത് വേണം എന്നെല്ലാം പറയുമ്പോൾ അത് യഥാർത്ഥത്തിൽ കള്ളന്മാർക്ക് സമാനമാണ്. ഉദാഹരണമായിട്ട് നമ്മൾ പണം ലാഭം ഉണ്ടാക്കുക, കച്ചവടം നടത്തിയിട്ട് നമ്മൾ ലാഭം ഉണ്ടാക്കുന്നു എന്ന് വെച്ചോളൂ. ഒരു 10 റുപ്യ ലാഭം ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് വേറൊരുത്തൻ്റെ കീശയിൽ നിന്ന് 10 റുപ്യ പോയതിന് തുല്യമാണ്. അവൻ്റെ 10 റുപ്യ കൊള്ളയടിക്കുകയാണ് നമ്മൾ. കച്ചവടത്തിലെ ലാഭമാണല്ലോ. ഇപ്പം ഞാൻ ഒരു തന്നെ കച്ചവടത്തിൽ 2 പേര്, ഒരാൾ എന്നോട് പറയുന്നത് ഇത് എൻ്റെ അടുത്ത് ഒരു സാധനമുണ്ട്, 10 റുപ്യേൻ്റെ സാധനമായിരിക്കും, ഇത് 1000 റുപ്യാണ്, ഇത് നാട്ടിൽ കിട്ടാത്ത സാധനമാണ്, ഉഗ്രമാണ് എന്നെല്ലാം പറഞ്ഞിട്ട് 1000 റുപ്യക്ക് അവനെ കൊണ്ട് പിടിപ്പിച്ചു കഴിഞ്ഞാൽ അവൻ്റെ യഥാർത്ഥ വില 10 ഉള്ളൂ. ആ ബാക്കി മുഴുവൻ അവന് പോയി, അവൻ്റെ കീശയിൽ നിന്ന് പൈസ പോയി. അത് എൻ്റെ അടുത്ത് വന്നു. ഇത് തന്നെയാണ് കള്ളന്മാരും ചെയ്യുന്നത്. മറ്റൊരിടത്തുനിന്ന് പോയി പിടിച്ചു കൊണ്ടുവരും. രണ്ടും തട്ടിപ്പ് തന്നെയാണ്. 10 റുപ്യേൻ്റെ സാധനം 10-നല്ലേ വെക്കേണ്ടത്, ലാഭം എടുത്ത് വെക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? തട്ടിപ്പ് തന്നെയാണ്. അപ്പം അങ്ങനെയുള്ള കൊള്ളയടി തന്നെയാണ് നമ്മൾ ചെയ്യുന്നത് കാട്ടിൽ, ജീവിതത്തിൽ. അപ്പം കാട്ടിൽ കള്ളന്മാരുടെ അവസ്ഥ തന്നെയാണ്. കാട്ടിലെത്തിക്കഴിഞ്ഞാൽ കള്ളന്മാർ കയ്യൊപ്പുള്ളവൻ നമ്മുടെ അടുത്ത് അടിച്ചു മാറ്റിക്കൊണ്ടു. ചെന്നായ്ക്കൾ ആടിനെ എന്ന പോലെ ചെന്നായ്ക്കൾ ആടിനെ ഉപദ്രവിക്കും എന്നതുപോലെ ഈ കള്ളന്മാരെല്ലാം നമ്മളെ ഉപദ്രവിക്കുന്നത് പോലെ കുറുക്കന്മാര് ജാഗ്രതയില്ലാതെ ഇരിക്കുന്ന സംഘക്കാരനെ അലട്ടുന്നു. ജാഗ്രതയില്ലാതിരിക്കുന്ന സംഘക്കാരനെ, ശരിക്കും ജാഗ്രതയിൽ നമ്മൾ നീങ്ങിയിട്ടില്ലെങ്കിൽ കുറുക്കന്മാർ നമ്മളെ അലട്ടും എന്ന് പറയുമ്പോൾ പിന്നോട്ടേക്ക് വരുമ്പോൾ ഈ കുറുക്കന്മാരെ മക്കളെല്ലായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. അടുത്ത അധ്യായത്തിൽ 14. അപ്പോൾ ശല്യം, അതായത് നമ്മൾ ജാഗ്രതയിൽ ഇരുന്നിട്ടില്ലെങ്കിലും പലവരും നമ്മളെ ശല്യം ചെയ്യും. നമ്മൾ ജാഗരൂകരായിരുന്നില്ലെങ്കിൽ നമ്മുടെ അടുത്ത് നിന്ന് അടിച്ചു കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പലരും വട്ടം കൂട്ടിയിരുന്നിട്ട് നമുക്ക് സമാധാനം ഉണ്ടാവില്ല എന്ന നിലയിൽ തന്നെ കാണണം. നമ്മൾ ജാഗരൂകരായിട്ട് ഇരുന്നിട്ടില്ലെങ്കിൽ നമ്മളെ സാധനങ്ങളെല്ലാം എല്ലാവരും ആർത്തി പിടിച്ചിട്ട് പണം ഉണ്ടാക്കാൻ വേണ്ടി നടക്കുകയാണ്. അപ്പോൾ നമ്മളെ പണമെല്ലാം അടിച്ചു പോകും.
നമ്മളിപ്പോൾ ഒരു സ്ഥലം ഉണ്ടെന്ന് വെച്ചാൽ, വീട്ടിൻ്റെ സ്ഥലം ഉണ്ടെന്ന് വെച്ചാൽ, മതിലൊന്നും കെട്ടിയിട്ടില്ലെങ്കിൽ അടുത്ത വീട്ടിൽ കുറച്ചു കാലം നമ്മളെ വീട്ടിലും ഇല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത വീട്ടുകാരൻ കുറച്ച് മാന്തിയിട്ട് അവന്റെ കുറച്ച് ഭാഗം അകത്താക്കിയിട്ട് കിട്ടി വരും. ഇതെല്ലാം കോടതിയിൽ കിടക്കുന്ന തർക്കങ്ങളിലുള്ള കേസുകളാണ്. അപ്പോൾ ഇതെല്ലാം തന്നെയാണ് സംഭവിക്കുന്നത്. ഇനി 3, ധാരാളം വള്ളികളും പുല്ലുകളും പൊന്തച്ചെടികളും കൊണ്ട് നിറഞ്ഞിരിക്കുന്ന സ്ഥലത്ത്, നമ്മളിപ്പം പറമ്പത്ത് പുല്ല് കയറി കിടക്കുകയാണെന്ന് വെച്ചോളൂ, കാട്ടിലുള്ള കാര്യമാണ് പറയുന്നത്. അപ്പം കാട്ടിൽ പിന്നെ പുല്ലിനൊന്നും ഒരു ക്ഷാമം ഉണ്ടാവില്ല. അങ്ങനെയുള്ള സ്ഥലത്തു നിന്നുണ്ടാകും ഈച്ചയുടെയും കൊതുകുകളുടെയും ദ്രോഹം സഹിക്കേണ്ടി വരും. പുല്ല് നിറയെ ഉള്ളിടത്ത് കൊതുകുകൾ പണ്ടത്തെ കാലത്ത് ഇതുണ്ടെന്ന് തോന്നുന്നു. പുല്ലുള്ള സ്ഥലത്ത് ആ പുല്ലിൻ്റെ ഇടക്കെല്ലാം നീരിലെല്ലാം കൊതുക് കയറി നിറയും. അവിടെ ശല്യമാണ്. അപ്പോൾ കാട്ടിലെ കൊതുകുകളും ഈച്ചകളും എല്ലാം ശല്യം ചെയ്യുന്ന പോലെ നമ്മുടെ ജീവിതത്തിലും കൊതുകുകൾക്ക് സമാനമായ, ഈച്ചകൾക്ക് സമാനമായ നീച ജനങ്ങളെല്ലാം ഉണ്ട്, നമുക്ക് ശല്യം ചെയ്യാം. കാട്ടിലെ കൊതുകുകളും ഈച്ചകളുമാണെങ്കിൽ നാട്ടിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഇതേമാതിരി കൊതുകിനും ഈച്ചക്കും രക്തം കുടിക്കാൻ പറ്റിയ സാധനങ്ങളെല്ലാം നമ്മുടെ നാട്ടിലും കാണും. ഇവരുടെ എല്ലാം കൊതുക് കടിയേറ്റുകൊണ്ട് അവിടെ നമ്മൾ എന്ത് ചെയ്യും? ഇടയ്ക്ക് ഗന്ധർവ നഗരത്തെ മനസ്സിൽ സ്വപ്നം കാണും. ആ കൊതുകടിയേൽക്കുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മൾ സ്വപ്നം കാണും, നാളെ ഒരു നല്ല ഗന്ധർവ നഗരം കിട്ടിയെന്ന് വരും. കിടക്കുന്നത് കൊതുകടിയെല്ലാം ഏറ്റിട്ടാണ്. ഇടയ്ക്കിടെ മിന്നിമറിയുന്ന കൊള്ളി പിശാചിനെയും നോക്കി മിഴിച്ചു നിൽക്കും. ഇടയ്ക്കിടെ മിന്നുന്ന കൊള്ളി പിശാചിനെ എന്ന് പറയുന്നതിനെക്കാട്ടി നല്ലത് അത് മിന്നലിനെ പോലെയായിട്ട് നമുക്ക് ചിന്തിക്കാം. ഇടക്കിടക്ക് അങ്ങനെ കാട്ടിൽ നിന്നുണ്ടാകും ചെറിയ മിന്നലുണ്ടാകുമ്പോൾ നമുക്കൊരു വെളിച്ചു ആശ്വാസം. ജീവിതത്തിലാണെങ്കിൽ ഇങ്ങനെ നമ്മൾ കഷ്ടപ്പെടുന്നതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും ചില പൈസകളെല്ലാം കിട്ടിയെന്ന് വരും. എന്തെങ്കിലും നമുക്ക് തൃപ്തികരം. ഇങ്ങനെ കഷ്ടപ്പെട്ട് നടക്കുമ്പോൾ എന്തെങ്കിലും ചെറിയ കുറച്ച് പൈസയോ എന്തൊക്കെയെല്ലാം കിട്ടും ജീവിതത്തിൽ. അപ്പോൾ അതും നോക്കി അതിൽ കണ്ണു മേടിച്ചുകൊണ്ട് അതിലങ്ങ് നിൽക്കും. യഥാർത്ഥത്തിൽ സ്വപ്നം കണ്ട് ഈ കാട്ടിലകപ്പെട്ട ജീവിതം മാതിരിയാണ് നമ്മുടെ ജീവിതം എന്നാണ് ഇവിടെ പറഞ്ഞുകൊണ്ട് വരുന്നത്. എന്നിട്ട് 4 പറയാണ്, പാർപ്പിടം, വീട്, ധനം മുതലാവയിൽ തൻ്റേതെന്ന ചിന്ത വെച്ച്, അതായത് എൻ്റെതായ ഒരു വീട് വേണം, വെള്ളം വേണം, കിണറെല്ലാം വേണം, ധനം വേണം. പണ്ടത്തെ കാലത്ത് കിണറെല്ലാം ഉൾപ്പെടുത്താനാണ്. വെള്ളം പ്രധാനമാണ് ജീവിതത്തിന്. വെള്ളം അത്യാവശ്യമാണ്. പണ്ട് വീടെല്ലാം സ്ഥലം നോക്കുമ്പോൾ വെള്ളം കിട്ടുന്ന സ്ഥലമാണോ എന്നെല്ലാം നോക്കി. ഇപ്പം കോർപ്പറേഷൻ വെള്ളം ഉണ്ടല്ലോ, കുഴപ്പമില്ല. അപ്പം പാർപ്പിടം, വെള്ളം, ധനം മൂലാവിയിൽ തന്നെ ചിന്ത വെച്ച് അത് നേടുവാനായി വനത്തിൽ പരക്കം പായുന്നു. നമ്മൾ വനത്തിലാണ് ഇപ്പോൾ ഉള്ളത്. വനമാരി ചിത്രീകരിച്ചിട്ട് ഈ വനത്തിലാണ് പരക്കം പായുന്നത്. എന്ത് കിട്ടാൻ? എവിടെ പോയാലാണ് കിട്ടാൻ പോകുന്നത്? ചിലപ്പോൾ പൊടിപടലങ്ങളാൽ കണ്ണ് നഷ്ടപ്പെട്ടവനെ പോലെ, ചിലപ്പോൾ പൊടിപടലങ്ങളെല്ലാം കൊണ്ട് കണ്ണ് കാണാൻ പറ്റാതെ ചുറ്റുമുള്ള ഒന്നിനെയും ആ പരവശത മൂലം കാണില്ല. അപ്പൊ ജീവിതത്തില് ഈ പരക്കം പാച്ചലിൻ്റെ ഇടക്ക് വീടും പാർപ്പിടവും മറ്റേ വെള്ളവും സ്ഥലവും ഉണ്ടാക്കാനുള്ള ആ നെട്ടോട്ടത്തിൻ്റെ ഇടക്ക് ശരിയായ കാഴ്ചശക്തിയെല്ലാം നമുക്ക് നശിക്കും. പ്രപഞ്ചത്തിൽ എന്താണ് നടക്കുന്നത്, പ്രപഞ്ചത്തിൻ്റെ പിന്നിലുള്ള സത്യം എന്താണെന്നെല്ലാം മനസ്സിലാക്കാൻ നമുക്ക് കഴിയാതെ നമ്മൾ കാട്ടിൽ പരക്കം പായുന്ന മാതിരി പാഞ്ഞു നടക്കും. കാട്ടിൽ പാഞ്ഞു നടന്നാൽ എന്താ കിട്ടാൻ പോകുന്നത്? അതുവഴി ഇവിടെയും അങ്ങനെ ഓടി നടക്കും. എന്നിട്ട് 5 പറയുകയാണ്, കർണങ്ങളെ പീഡിപ്പിക്കുന്ന ചീവീടിൻ്റെ കരച്ചിലും ഉള്ളിൽ വേദന ഉണ്ടാക്കുന്ന കൂമന്റെ കരച്ചിലും സഹിച്ച്. അപ്പൊ കാട്ടിലാകുമ്പോൾ എന്താണ്, ഇത്തരം ജീവികളുടെ എല്ലാം ശബ്ദം കേൾക്കുമ്പോൾ ആകെ ഒരു അസ്വസ്ഥയായിരിക്കും. അതുമാതിരി നാട്ടിലും പലവരുടെയും ചീത്ത പറച്ചിലും അതും ഇതുമെല്ലാം കേട്ടിട്ട്
സഹിച്ച് വിശന്ന് വലഞ്ഞ് കാര്യമായിട്ടൊന്നും നേടാൻ പറ്റാത്ത അവസ്ഥകൾ ഉണ്ടാകുന്നുണ്ട്. വിശന്ന് വലയുന്ന സമയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും പലർക്കും ഉണ്ടായിട്ടുണ്ട്. എന്നിട്ട് പാഴ്മരങ്ങളെ ആശ്രയിക്കും. പാഴ്മരങ്ങളെ ആശ്രയിക്കുക എന്ന് പറഞ്ഞാല് നല്ല മരങ്ങളാണെങ്കിൽ അതിൽ നിന്നങ്ങ് പലങ്ങ് കിട്ടും. ഇതൊന്നും നോക്കാതെ പാഴ്മരങ്ങളുടെ പിന്നാലെ വല്ലവരുടെയും പിന്നാലെ കൈ നീട്ടിയാലും ചിലപ്പം വിശക്കുമ്പോൾ നടന്നു വരാം. അതാണ് പാഴ്മരങ്ങളെ ആശ്രയിക്കുക. ഒരു ഗുണമില്ലാത്ത ആൾക്കാരുടെ അടുത്ത് പോയിട്ട് ചിലപ്പോൾ എന്തെങ്കിലും തരുമെന്ന് ചോദിക്കുക. അവൻ തെറി പറയുകയും ചെയ്യും, ചീത്ത പറയുകയും ചെയ്യും, പരിഹസിക്കുകയും ചെയ്യും. ഇതെല്ലാം കേട്ട് നടക്കേണ്ടി വരും. ഇതെല്ലാം വിസ്തരിച്ച് 14 വേറെ രൂപത്തിൽ പറഞ്ഞു തന്നിരിക്കുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് ഏത് തരത്തിലും നമ്മളെ ജീവിതത്തിൽ നമ്മൾ കാണുന്ന ഈ ലോകത്തിൽ കാണുന്ന വിഷയങ്ങളുമായി ചേർത്ത് വെച്ചിട്ട് ചിന്തിച്ചാൽ മതി. വിഭ്രാന്തിയാൽ വിഷയങ്ങളാകുന്ന മരീചികയിൽ തേടി തട്ടി ഉഴലുന്നു. അങ്ങനെ ആകെ ഓരോ വിഷയങ്ങളെ ചിന്തിച്ചുകൊണ്ട് പല വിഷയങ്ങളിൽ പെട്ടുകൊണ്ടാണ് നമ്മൾ കറങ്ങുന്നത്. പല വിഷയം എന്ന് പറഞ്ഞാൽ ജോലിയില്ലാത്ത വിഷയമാകാം, വിശക്കുന്ന വിഷയമാകാം, കിടക്കാനൊരു സ്ഥലമില്ല എന്നുള്ള വിഷയമാകാം, കല്യാണം കഴിക്കാൻ പറ്റുന്നില്ല എന്നുള്ള വിഷയം. ഇങ്ങനെ ഓരോ വിഷയങ്ങളിൽ പെട്ടുകൊണ്ട് ഉഴലുകയാണ്. ഇനി 6 ചിലപ്പോൾ വെള്ളമില്ലാതെ നദിയിൽ ചാടി വീഴും. ഒരു നദി കാണുമ്പോൾ ചാടിപ്പോയിട്ട് അതിലേക്ക് വീഴും, വെള്ളം കിട്ടുന്നു വെച്ചുകൊണ്ട്. പക്ഷെ അതിനകത്ത് വെള്ളമൊന്നും ഉണ്ടാകില്ല. അതായത് ആർത്തി പിടിച്ച് നടക്കില്ലേ. വെള്ളത്തിന് ആർത്തി പിടിച്ചു കഴിഞ്ഞാൽ നമ്മളെന്താ ചെയ്യുക? ദൂരെ ഒരു പുഴമാരി കാണുന്നുണ്ട്, ഒരൊറ്റ ചാടം പോയിട്ട് ആ പുഴയിൽ പോയിട്ട് ചാടുമ്പോൾ അതിൽ വെള്ളമില്ല. പിന്നെ അന്നമില്ലാത്ത അവസ്ഥയിൽ അന്യരെ സമീപിക്കുന്നു. തിന്നാനൊന്നും ഇല്ലാത്തപ്പോൾ മറ്റുള്ളവരെ സമീപിച്ചിട്ട് എന്തെങ്കിലും തരും, ചേട്ടാ ഇത് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് സമീപിക്കും. കിട്ടുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് അഗ്നിയില്ലാത്ത സമയത്ത് ചിലപ്പം അഗ്നി എന്തെങ്കിലും കുറച്ച് തീ വേണമെന്നുള്ള അവസ്ഥയിൽ നോക്കുമ്പോൾ കാട്ടുതീയിൽ പോയി തൃപ്തിയാവും. അവിടെ കാട് തീ പിടിക്കുകയായിരിക്കും. കുറച്ച് തീ വേണം എന്തോ ആവശ്യത്തിന്, ചൂട് കൊള്ളാൻ വേണ്ടിയിട്ടാണെന്ന് വെച്ചോളൂ. ഭയങ്കര തണുപ്പ്, കുറച്ച് തീ കിട്ടിയാൽ കൊള്ളാമെന്നുള്ള ഉദ്ദേശത്തിൽ നോക്കുമ്പോൾ അത് അവിടെ കാട്ടിൽ തീ പിടിച്ച് കിടക്കുന്നു. അപ്പോൾ അവിടെ പോയിട്ട് എന്നാൽ പിന്നെ കുറച്ച് ചൂട് കൊണ്ട് കളയാന്ന് വെച്ചാൽ ആ കാടിന് തീ പിടിച്ചെടുത്തുകൊണ്ട് അവിടെ കിടന്ന് ചൂട് കൊള്ളാമെന്ന് നോക്കിയാൽ എന്തായിരിക്കും സംഭവിക്കുക? ചുറ്റും തീ പടർന്നിട്ട് അവൻ്റെ കാര്യം പോക്കാണ്. യക്ഷന്മാരാൽ ഉള്ളതും കൂടി നഷ്ടപ്പെടുന്നു. യക്ഷന്മാരെന്ന് പറയുന്നത് ഗ്രഹങ്ങളിൽ നിന്നുള്ള ഫലങ്ങളാണ്. അപ്പോൾ ആ തീയെ ആശ്രയിക്കുകയാണെങ്കിൽ ചിലപ്പോൾ എന്ത് പറ്റും? കാട്ടു തീ പടർന്നിട്ട് നമ്മുടെ ജീവിതം തന്നെ അവിടെ ഇല്ലാതെയായെന്ന് വരും. 7 പരാക്രമികളായ ചിലര് പ്രബലന്മാരാൽ ധനം അപഹരിക്കപ്പെട്ടവനായി ദുഃഖിക്കുന്നു. പരാക്രമികളായ മറ്റു ചിലർ, അവർ നല്ല പരാക്രമങ്ങളെല്ലാം കാട്ടുന്നവര് തന്നെയാണ്. അതിലൂടെ കുറച്ച് പണമെല്ലാം ഉണ്ടാക്കി ഇട്ടിട്ടുണ്ടെങ്കിലും അവരെക്കാട്ടിയും പ്രബലന്മാരായ ആൾക്കാർ എന്ത് ചെയ്യും? അവരെ ധനം അപഹരിച്ചുകൊണ്ട് പോകും. ഇതെല്ലാം ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. ശോകമോഹത്താൽ മൂർച്ചയെ പ്രാപിക്കും. അപ്പോൾ എന്ത് പറ്റും? പണമെല്ലാം നഷ്ടപ്പെടുമ്പോൾ ശോകം ഉണ്ടാകും. പിന്നെ വേറെ ഉണ്ടാക്കണം എന്നുള്ള മോഹം, ഒന്നും കാര്യം നടക്കില്ല. ഇതെല്ലാം ചിന്തിച്ച് മൂർച്ചയെ പ്രാപിക്കുന്നു പറഞ്ഞാൽ ഒന്നിക്ക് ശോകം കൊണ്ടങ്ങ് മൂർച്ച പിടിച്ചിട്ട് ഒരു വല്ലാത്ത അവസ്ഥയിലാകും. ഇല്ലേ മോഹം തലക്ക് പിടിച്ചിട്ട് അങ്ങ് എത്തിയിട്ട് അതിൻ്റെ പിന്നാലെ കണ്ണൊന്നും കാണാത്ത തരത്തിൽ കൂടി നടക്കും. ചിലപ്പോൾ ഗന്ധർവലോകത്തിൽ എന്ന പോലെ അല്പം സുഖം ലഭിച്ചു എന്നും വരാം. അപ്പോൾ ചിലപ്പോൾ സന്തോഷിക്കും. ചിലപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ചില സമയത്ത് കുറച്ച് സുഖം കിട്ടും. എപ്പോഴാണ് സുഖം കിട്ടുന്നതെന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മൾ കർമ്മം ചെയ്യിപ്പാനാണ് ജനിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു കർമ്മം ചെയ്യേണ്ടെങ്കിൽ നമ്മളൊരാഗ്രഹം ഉണ്ടാക്കും. ഇതാ അവിടെ റോഡ് വെട്ടാൻ പോയാൽ, അപ്പോൾ റോഡ് വെട്ടുമ്പോൾ ആ കാലത്തിന് എന്താ സംഭവിക്കുന്നത്? ലോകം പുരോഗമിക്കുന്നു. ആ റോഡ് വെട്ടാൻ പോയാൽ കുറച്ച് പണം കിട്ടും. ആ റോഡ് വെട്ടിക്കഴിഞ്ഞാൽ കുറച്ച് പണം കിട്ടും. ആ പണം കിട്ടുമ്പോഴുള്ള സന്തോഷമേ ഉള്ളൂ. അത് കുറച്ച് കാലത്തേക്ക്. അത് കഴിഞ്ഞാൽ പിന്നെ വേറെ ആഗ്രഹം വരും. പിന്നെ അതിൻ്റെ പിന്നാലെ ഓടി നടക്കണം. പിന്നെ അതിൻ്റെ ഫലം കിട്ടണമെങ്കിൽ എത്രയോ വർഷം കഴിഞ്ഞാലാണ്.
ഇപ്പൊ നമ്മൾ കുട്ടികൾ തന്നെ പഠിക്കുന്ന കാലത്തൊന്നും ആലോചിച്ച് നോക്കി, ചെറിയ ക്ലാസ്സിൽ നിന്ന് അവർക്ക് എത്ര കഷ്ടപ്പാടാണ്. LKG തൊട്ടിട്ട് പഠിച്ച് പഠിച്ച് എപ്പോഴാണ് പരീക്ഷ പാസ്സാകുന്നത്? ഓരോ പരീക്ഷ പാസ്സായാലും അടുത്ത പരീക്ഷ വരും, അടുത്ത പരീക്ഷ കഴിയുമ്പോൾ അതിൻ്റെ അടുത്ത് വരും. സമാധാനമൊന്നും കിട്ടില്ല. ഒരു പരീക്ഷ കഴിയുമ്പോഴേക്ക് പരീക്ഷ കഴിഞ്ഞല്ലോ, ആണ് പിറ്റേ ദിവസം പടി അടുത്ത ഭാഗം എന്നും പറഞ്ഞുകൊണ്ട് ജീവിതത്തിലെ അവസാനം പഠിച്ച് പഠിച്ച് തീരുമ്പോൾ ഒരു ചെറിയ ആശ്വാസം കിട്ടും. അപ്പോടുകൂടി വേറെ ചിന്ത, വേറെ വഴിക്കായി പെണ്ണ് കെട്ടി ജോലി എടുത്ത് വേറെ വഴിക്ക് പോട്ടെ. പിന്നെ അതിൻ്റെതായ പ്രശ്നങ്ങൾ പോയി വരും. ചിലപ്പോൾ മല കയറാൻ പുറപ്പെട്ട് ചിലപ്പോൾ വിചാരിക്കും സന്തോഷത്തിൽ മല കയറിക്കളയാം. മല കയറുക എന്ന് പറയുമ്പോൾ ഇവിടെ പല തരത്തിലെടുക്കാം. നമ്മൾ ഉന്നതിയിലേക്ക് എത്താൻ വേണ്ടി ശ്രമിക്കുക എന്ന നിലയിൽ വലിയ മോഹമെല്ലാം വെച്ചുകൊണ്ട് അങ്ങ് ഉന്നതിയിലെത്തണം എന്ന് പറഞ്ഞ് മല കയറാൻ പുറപ്പെട്ടു. ഒടുവിൽ മുള്ളും ചരൽക്കല്ലുമറ്റ് മനസ്സ് കെട്ടവനായി സ്ഥിതി ചെയ്യുന്നു. മലേൻ്റെ നടുവിലെത്തുമ്പോഴേക്ക് കുറേ അങ്ങ് കയറി കഴിയുമ്പോഴേക്ക് കല്ലും മണ്ണും മുള്ളും എല്ലായിരിക്കും. പിന്നെ അവിടെ കിടന്നിട്ട് അങ്ങോട്ട് പോകാനും പറ്റൂല, ഇങ്ങോട്ട് തിരിച്ചു വരേണ്ടിക്ക് കുറേ കയറി വന്നു കഴിയും. ഒരു ചാട്ടത്തിന് അങ്ങോട്ട് പോകും. പക്ഷെ കുറേ അങ്ങോട്ടേക്ക് എത്തുമ്പോൾ പിന്നെ അവിടെ നിന്ന് ഇനിയിപ്പോൾ താഴത്തോട്ട് ഇറങ്ങേണ്ടിക്ക് എത്ര പാടുണ്ട്. മുകളിലോട്ടേക്ക് പോകാന്ന് വെച്ചാൽ എന്തും കിടക്കുന്നത്. അതുപോലെ ഇല്ലെങ്കിൽ നമ്മൾ വല്ല ഉന്നതങ്ങളിൽ എത്താൻ വേണ്ടി ശ്രമിച്ച് അവസാനം അവിടെ എത്തൂല്ല. കഷ്ടപ്പെട്ട് നട്ടം തിരിയുന്ന അവസ്ഥ ഉണ്ടാവുന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ചിലപ്പോൾ വിശപ്പിനാൽ കുടുംബനാഥൻ സ്വന്തം ആളുകളെ തന്നെ തേടി തട്ടിക്കയറുന്നു. വിശക്കുമ്പോൾ ഗൃഹനാഥൻ തന്നെയായിരിക്കാം. വീട്ടിൽ ചെലവിലെ സാധനങ്ങളെല്ലാം വാങ്ങിയിട്ടുണ്ട് ഗൃഹനാഥൻ തന്നെയായിരിക്കും. വീട്ടുകാരിയൊന്നും നോക്കില്ല, അടുത്ത് പശുവിൻ്റെ സാധനം വാങ്ങിയിടുന്നില്ല. പിന്നെ വിശക്കുന്ന സമയം വീട്ടിൽ പോയിട്ട് എന്താ കൊണ്ടുവന്ന് ചോദിക്കും. ഒന്നുമില്ല എന്ന് കാണുമ്പോൾ പിന്നെ വീട്ടുകാരെ വരടിക്കായിരിക്കും ചേരുക, തട്ടിക്കേരുക. ഇതെല്ലാം നടക്കുന്ന സംഭവങ്ങളാണ്. മനുഷ്യൻ ഇങ്ങനെയെല്ലാം ജീവിതം പോകുന്നത്. എല്ലാവരും എടുത്ത് കാണിക്കുകയാണ്. ഇങ്ങനെയാണ് ഒരു വനത്തിൽപ്പെട്ട അവസ്ഥയാണ് ജീവിതം എന്ന് പറയുകയാണ്. ഇനി 50. ചിലപ്പോൾ സംസാര വനത്തിൽ പെരുമ്പാമ്പിനാൽ വിഴുങ്ങപ്പെട്ട് തള്ളിക്കളഞ്ഞ ശവം പോലെ യാതൊന്നും അറിയാതെ കിടക്കും. ഒരു പെരുമ്പാമ്പ് ഒരു ജീവിനെ വിഴുങ്ങിയെന്ന് വെച്ചു. ഇതിനിടയ്ക്ക് പത്രത്തിൽ കണ്ട ഒരു പടമാണ്. ഒരു പെരുമ്പാമ്പ് ഏതോ നാട്ടിൽ കയറിയിട്ട് ഒരു വീട്ടുകാരുടെ ആട്ടിനെ പിടിച്ചു. അപ്പം നാട്ടുകാരെല്ലാം വടിയും എല്ലാം ആയിട്ട് വന്നു ഈ പാമ്പിനെ അടിക്കാൻ വേണ്ടിയിട്ട്. അപ്പം പെരുമ്പാമ്പ് എന്ത് ചെയ്തെന്ന് വെച്ചാൽ വിഴുങ്ങിയതിൻ്റെ അടുത്ത് പുറത്ത് കാണാൻ അത് ചത്തിരിക്കുന്നു. അതിങ്ങനെ ഒരുമാതിരി ശവം പോലെ കിടക്കുകയാണ്. ആ അവസ്ഥയിലായിരിക്കും ചിലവരുടെ അവസ്ഥ. ചത്ത പോലെ കിടക്കും. ചിലപ്പോൾ വിഷജന്തുക്കളുടെ കടിയേറ്റ് കൂരിട്ട് തപ്പിത്തടഞ്ഞ് രാത്രി ഇരുട്ടിലോട്ടോ കാട്ടിലോട്ടോ പോകുമ്പോൾ വല്ലതും കടിക്കും. അപ്പം പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കൂരിട്ട് തപ്പിത്തടഞ്ഞ് പൊട്ടക്കിണറ്റിൽ വീഴുന്ന അവസ്ഥയായിരിക്കും ജീവിതത്തിൽ ഉണ്ടാകുക. ഇവിടെ വിഷജന്തുക്കളെ കടിയേറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്തായിട്ട് ചിത്രീകരിക്കാം? നാട്ടിൽ നമ്മൾ എന്തെങ്കിലും നല്ല കാര്യത്തിന് ഇറങ്ങുമ്പോൾ പാര വെക്കുന്ന ആൾ വന്ന് നമ്മളെ പാര വെച്ച് തൊലച്ച് അവസാനം നമ്മളെ പിടിച്ച് പൊട്ടക്കിണറ്റിൽ തള്ളിയിട്ടിട്ടായിരിക്കും ചിലപ്പോൾ നമ്മളെ ഇതെല്ലാം അടിച്ചു കൊണ്ടുപോകുക. അങ്ങനെ ഏത് തരത്തിലാണ്? അതാണ് പറഞ്ഞത്, ഇതിനെ ഏത് തരത്തിലാണ് ജീവിതത്തിൽ ഏത് തരത്തിൽ ഇതിനെ വ്യാഖ്യാനിക്കാം. ഇവർ ഓരോ ഉദാഹരണം പറഞ്ഞ് വെച്ചിരിക്കുകയാണ്. നമുക്ക് വേണ്ടിക്ക് എങ്ങനെ വ്യാഖ്യാനിച്ചെടുക്കാം. വിഷജന്തുക്കളുടെ കടിയേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ മാന്യമായി കുറച്ച് പണമെല്ലാം ഉണ്ടാക്കി പോകുമ്പോൾ വല്ലവനും എന്ത് ചെയ്യും? കൂരിട്ടിട്ട് ഇരുട്ടിൽ വന്നിട്ട് നമ്മളെ അടിച്ച് തള്ളിയിട്ടിട്ട് വല്ല പൊട്ടക്കിണറ്റിലും പിടിച്ചിട്ടിട്ട് നമ്മൾ അധ്വാനിച്ചുകൊണ്ട് ഇങ്ങോട്ട് പോകാം. ഇങ്ങനെ പലതരത്തിൽ വ്യാഖ്യാനിക്കാം. ഇനി 10. ചിലപ്പോൾ തേനന്വേഷിച്ച് തേനീച്ചകളാൽ പീഡിതനായ മനക്കേടോടുകൂടിയിരിക്കും. തേനന്വേഷിച്ച് കിടക്കുന്നത് തേനീച്ചക്കൂട്. അവിടെ പോയി കൈയിട്ടിട്ട് തേനെടുക്കാൻ നോക്കുകയും ചെയ്യും. തേനീച്ചേൻ്റെ ആകെ ഒരു വഴിക്കാക്കിയിട്ട് അവിടെ കിടക്കും. അതായത് ചില സ്ഥലത്തെല്ലാം ആൾക്കൂട്ടത്തിൽ എന്തെങ്കിലും
ഫ്രീ ആയിട്ട് കൊടുക്കുന്നതെന്നെല്ലാം കാണുമ്പോൾ ആൾക്കാർ കയറി തള്ളുന്ന കണ്ടിട്ടില്ലേ? തള്ളിയിട്ട് എന്തെങ്കിലും നിസ്സാര കാര്യമായിരിക്കും. ചിലപ്പം പറയും ഇതാ റിഡക്ഷൻ സെയിൽ, ഇത്ര റുപ്യ കിഴിവ് എന്ന് കേൾക്കുമ്പോൾ ആൾക്കാരെല്ലാം അവിടെ തള്ളിക്കയറും. അവസാനം അവിടെ കയറിയിട്ട് തള്ളും പിടിയും അടിയെല്ലാം ആയിട്ട് ചിലപ്പോൾ ഹാർട്ട് നിന്ന് പോകും. ഹാർട്ട് വീക്കുള്ള ആൾക്കാരാണ് ആ തള്ളിയിൽ പെട്ടിട്ട്. കാരണം വില കുറച്ച് എന്താ വ്യത്യാസം ഉണ്ടാവുക? 10 റുപ്യേൻ്റെ സാധനം ചിലപ്പോൾ 9 റുപ്യ കൊടുക്കുന്നതെന്ന് കേട്ടിട്ട് ഈ 50 പൈസ ലാഭത്തിന് വേണ്ടിയിട്ടാണ് ഇവിടെ പോയി തള്ളുന്നത്. അപ്പോൾ അതേപോലെ തേനീച്ചകളാൽ പീഡിതനായി മനക്കേടോടെ ഇരിക്കും. ഇനി കഷ്ടപ്പെട്ട് തേൻ നേടിയെന്ന് വെച്ചോളൂ. ശരി, അങ്ങനെ പാടുപെട്ട് കുത്തുകൊണ്ടിട്ടാണെങ്കിലും വിടില്ല. തേൻ നേടിയിട്ട് താഴത്തേക്ക് എടുക്കുമ്പോൾ മറ്റു ചിലർ അത് തട്ടിപ്പറിച്ചു കൊണ്ടു. അത് സംഭവിക്കാം. നമ്മൾ പാടുപെട്ടിട്ടൊന്ന് നേടി വരുമ്പോൾ മറ്റവർ അടിച്ചു കൊണ്ടുപോയെന്നും വരാം. സമൂഹത്തിൽ ഇതെല്ലാം നടക്കുന്ന സംഭവങ്ങൾ തന്നെയാണ്. ഇനി 11, ഇതെല്ലാം പത്രങ്ങളിൽ വരുന്ന ഓരോ സംഭവങ്ങളുമായിട്ട് ഇതിനെയെല്ലാം ചേർത്ത് കഴിഞ്ഞാൽ ഈ പറയുന്ന എല്ലാ പത്രങ്ങളിലെ നമ്മൾ വളരെ രസത്തോടെ വായിക്കുന്ന സംഭവങ്ങൾ തന്നെയാണ്. അതെല്ലാം തന്നെയാണ് ഇവിടെ ചുരുക്കി പറഞ്ഞിരിക്കുന്നത്. കഥരൂപത്തെ പറയുന്നത് ഇനി എങ്ങനെയും നമുക്ക് വ്യാഖ്യാനിച്ച് എടുക്കാം. ചിലപ്പോൾ കൊടും തണുപ്പ്, ചൂട്, കാറ്റ് എന്നിവയിൽപ്പെട്ട് അവശനായി സ്ഥിതി ചെയ്യുന്നു. ഈ പ്രകൃതിയാലുള്ള ദോഷങ്ങളെ സഹികെട്ട് ചിലപ്പോൾ സ്ഥിതി ചെയ്യേണ്ടി വരും. നമുക്കറിയാലോ, ചില സമയങ്ങളിൽ ചൂട്, തണുപ്പ് എല്ലാം. ഉദാഹരണമായിട്ട് തണുത്ത സ്ഥലത്താണെന്ന് വെച്ചോളൂ, അവിടെ സപ്ലൈ പോയി കഴിഞ്ഞാൽ എന്താ ചെയ്യാൻ പറ്റും? എത്ര പണം ഉണ്ടായി കഴിഞ്ഞാലും അവിടുത്തെ ഇലക്ട്രിസിറ്റി പോയി. യുദ്ധമെല്ലാം നടക്കുന്ന സ്ഥലത്ത് കൊടും തണുപ്പുള്ള സമയം വരുമ്പോൾ ഇലക്ട്രിസിറ്റിയെല്ലാം യുദ്ധം വരുമ്പോൾ അടിച്ച് താഴ്ത്തി വെക്കും. അവിടെ എന്ത് പണക്കാരനായിരിക്കും, AC ഓരോ മുറിയിൽ ഈ 2 AC വെച്ചെല്ലാം വെച്ചിട്ടുണ്ടാവും. എന്നാൽ എന്ത് കാര്യം? അപ്പോൾ എന്നിവയിൽപ്പെട്ട് കഷ്ടപ്പെടും. ചിലപ്പോൾ തമ്മിൽ ചിലത് കൈമാറ്റം ചെയ്ത് നടത്തുന്ന വ്യാപാരത്തിലൂടെ ചതിയിൽപ്പെട്ട് പകയുമായി നടക്കുന്നു. ചിലപ്പോൾ എന്ത് പറ്റും? തമ്മിൽ കൂട്ടുകച്ചവടം നടത്തും. കൂട്ടുകച്ചവടം നടത്തിയിട്ട് കുറച്ചു കാലം കഴിയുമ്പോൾ ഒരുത്തം വലിപ്പിച്ചിട്ടങ്ങ് പോകും. അപ്പോൾ പിന്നെ അവനോടുള്ള പകയും വെച്ചിട്ട് അവനെ കിട്ടിയിട്ട് വേണം ഇനി ശരിയാക്കാന്ന് പറഞ്ഞ് മരണം വരെ അവനെയും ചിന്തിച്ചുകൊണ്ട് അവനെവിടെയാണുള്ളതും നോക്കിയായിരിക്കും നടക്കുന്നുണ്ടാവുക. കാരണം അവനടിച്ചു കെട്ടി പോകും. പിന്നെ അത് തിരിച്ചു പിടിക്കാൻ വേണ്ടി മരണം വരെ ആ ചിന്തയായിട്ടാണ് നടക്കുക. ഇതെല്ലാം നടക്കുന്ന സംഭവങ്ങളാണ്. ഇതെല്ലാം ഇവർ ഒരു ചുരുവില് ചില കഥകളിലൂടെ പറയുകയാണ്. ഇതിനെ നമുക്ക് ഏത് തരത്തിലും വ്യാഖ്യാനിച്ചെടുക്കാം. പിന്നെ അവർ 14 അവരുടെ ശൈലിയിൽ ഒരു വ്യാഖ്യാനം ജലത്തിൽ എങ്ങനെയാണ് വ്യാഖ്യാനിക്കേണ്ടതെന്ന് ഒരു രൂപത്തിൽ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇനി 12 കൈമാറ്റത്തിലൂടെ ധനം നഷ്ടപ്പെട്ട്, അതായത് കൂട്ടുകച്ചവടം നടത്തി ധനം നഷ്ടപ്പെട്ട് കിടപ്പ്, ഇരിപ്പ്, പാർപ്പ്, യാത്ര മൂലാവക്കുള്ള ധനമില്ലാതെ, പിന്നെ കിടക്കാനുമില്ല, ഇരിക്കാനുമില്ല, കിടക്കാനുമുള്ള എവിടെയൊക്കെ പോകാന്ന് വെച്ചാൽ അതിനുള്ള പൈസയും ഇല്ലാതെ, ധനമില്ലാതെ, യാചിച്ചിട്ടും ഒന്നും കിട്ടാതെ, പിന്നെ വല്ലവരോടും ചോദിക്കാൻ എൻ്റെ അവനെ അടിച്ചു കൊണ്ടുപോയി ഞാൻ വല്ലാതെ കഷ്ടപ്പാടാണ്, എന്തെങ്കിലും തന്നാന്ന് പറഞ്ഞാൽ ആരും കൊടുക്കാനും പോകുന്നില്ല, അതിവരും കൊടുക്കൂല്ല. യാചിച്ചിട്ടും ഒന്നും കിട്ടാതെ, എന്നാലും മനക്കോട്ട കെട്ടി ധനം നേടുന്നതിനായി സങ്കല്പിച്ചു കഴിയുന്നു. എന്നാലും ഈ പണം നേടാനുള്ള ആഗ്രഹം വിടില്ല. ഇനി വേറെ ഏതെങ്കിലും വഴിയിലോട്ട് ഉണ്ടാക്കാമെന്ന് വെച്ച് നടക്കും. അതായത് ധനത്തിൻ്റെ ആഗ്രഹം, ധനത്തോടുള്ള അത്യാർത്തി ഇതെല്ലാം തന്നെയാണ് ഇവിടെ പറഞ്ഞുകൊണ്ടുവരുന്നത്. 13 ധനമിടപാടിലൂടെ വളർന്ന വൈരാഗ്യമുള്ളവനാണെങ്കിലും ധന ഇടപാടിലൂടെ വൈരാഗ്യമുണ്ടായി. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട എന്താണ്? ഈ ധന ഇടപാട് എന്ന് പറയുമ്പോൾ 2 വ്യക്തികൾ അല്ലെങ്കിൽ 2-3 വ്യക്തികൾ തമ്മിലുള്ള കൂട്ടുകൂടലിലൂടെയാണ് നഷ്ടക്കച്ചവടം ഉണ്ടാകുന്നത്. അപ്പം മറ്റുള്ളവരോട് കൂട്ടുകൂടുക എന്ന് പറയുന്നത് തന്നെ ഒരു പലപ്പോഴും നഷ്ടക്കച്ചവടമായിരിക്കും. വലിയ ഉറപ്പൊന്നുമില്ല. അങ്ങനെയുള്ളവരും വിവാഹം നടത്തും. വിവാഹം ഒരു തരം ബിസിനസ്സായിട്ടാണ് നമ്മൾ കാണുന്നത്. വിവാഹത്തിലേർപ്പെട്ട് പിന്നെ സംസാര മാർഗത്തിൽ സഞ്ചരിച്ചുകൊണ്ട് വിവാഹം എല്ലാം കഴിച്ച് ദാമ്പത്യ ജീവിതത്തിൽ പോകുമ്പോൾ
പലവിധ കഷ്ടപ്പാടുകൾ, പിന്നെ മക്കളായി മക്കളെ പ്രശ്നങ്ങൾ, അത് ഇത് എല്ലായിട്ട് എന്നാലാണ് തോന്നുന്നത് വെറുതെ പെണ്ണ് കെട്ടിയ സുഖമായിട്ട് നടന്നിരുന്നെങ്കിൽ ഈ ഒരു കുഴപ്പമില്ലായിരുന്നു. പെണ്ണ് കെട്ടിക്കഴിയുമ്പോൾ പിന്നെ ഒരു കൂട്ടം പോയി ചേരിയാണ്. ആദ്യം ഒരു ആണുങ്ങളും തമ്മിലാണ് കൂട്ടുകച്ചവടം നടത്തിയിട്ടുണ്ടാവുക. അതിൽ ഒരു കക്ഷി അടിച്ചു കൊണ്ടുപോയി. എന്നാൽ ഈ കൂട്ടില്ലാതെ പറ്റില്ല. ഒരു പെണ്ണിനെ കാണുമ്പോൾ പിന്നെ പെണ്ണുമായിട്ട് ഒരു കൂട്ട്, ഒരു വിവാഹം, എന്നിട്ട് മക്കളെല്ലായി വരുമ്പോഴാണ് പിന്നെ അതിൻ്റെ പേരിലുള്ള കഷ്ടപ്പാട്. എന്നിട്ട് മൃതപ്രായനായി ജീവിക്കുന്നു. പിന്നെ എങ്ങനെയാണ് ജീവിക്കുക? മൃതപ്രായനായി, മരിച്ചതിന് സമാനമായിട്ട് ജീവിക്കും. ഇതെല്ലാം അനുഭവമാണ്, ഈ ലോകത്തിലുള്ള അനുഭവമാണ്. പല കുടുംബത്തിലും ഇതെല്ലാം പലതരത്തായിട്ട് സംഭവിക്കുന്ന കാര്യങ്ങൾ ഇവിടെ ചുരുക്കി പറയുകയാണ്. ഇതാണ് ജീവിതം, ഇത്രയും നരകിച്ച സംഭവമാണ് എന്ന് പറയുകയാണ്. 14 കൂടെ നടക്കുന്നവരിൽ ചിലർ പലപ്പോഴായി ചത്തുപോയാലും നമുക്ക് കുറേ കൂട്ടുകെട്ടുണ്ടാവും. 5 പേര് കൂട്ടുണ്ടെന്ന് വെച്ചോ, നമുക്കൊരു 5 കൂട്ടുകാരുണ്ട്. കുറച്ച് ദിവസം കഴിയുമ്പോൾ ഒരിക്കൽ ഒരുത്തൻ ആക്സിഡന്റിലാറ്റം ചത്തുപോയി എന്ന് വെച്ചോ, പിന്നെ അവനെ അങ്ങ് വെക്കും. പിന്നെ വേറെ തന്നെ കൂട്ടുകൂടും, ഒരു 5 എണ്ണമാക്കും പിന്നെയും. അത് കുറച്ചങ്ങോട്ട് ജീവിതം അങ്ങോട്ട് പോകുമ്പോൾ പിന്നെ ഒരുത്തനൊന്നുമില്ലാവും, പിന്നെ വേറെ തന്നെ കൂട്ടുക. അങ്ങനെ പലവരെയും മാറി മാറി കൂട്ടിക്കൊണ്ടാണ്, കൂട്ടുകൂടിയിട്ടാണ് ഈ യാത്ര. ഈ കൂട്ടൊഴിവാക്കിയിട്ട് ആരുമായിട്ട് ബന്ധമില്ലാതെ ഒറ്റക്ക് പോകണം. ഈ പറയുന്നതിന് നേരെ എതിരാണ് ആത്മീയതയിലേക്കുള്ള വഴി. ഒരു കൂട്ടും പാടില്ല, ഒരു കച്ചവടവും പാടില്ല, ഒന്നിലും ആഗ്രഹമില്ലാതെ ആയിരിക്കണം. എങ്കിലതിലെ സമാധാനം കിട്ടും. നമുക്കതല്ല, കുറേ കൂട്ട് വേണം. എന്നിട്ട് കൂട്ട് ചേർത്ത് വെച്ച് ആകെ ചേർത്ത് കൊണ്ട് സഞ്ചരിക്കും. അങ്ങനെ ആ സംഘത്തിലെ അങ്ങനെ സഞ്ചരിക്കുമ്പോൾ ആ സംഘത്തിലെ ഒരാളും അറ്റത്തെ പ്രാപിക്കുന്നില്ല, ലക്ഷ്യത്തിലെത്തുന്നില്ല. ഇങ്ങനെ കൂട്ടുകൂടി കുറേ ആളായിട്ട് ഇങ്ങനെ ജീവിതത്തിലടുത്ത് എവിടെ എത്താൻ പോകുന്നത്? ഒരുത്തിയിലും എത്താൻ പോകുന്നില്ല. ഇനി 15 ദിഗ്വിജയം നേടി ജയിച്ചവനാണെങ്കിലും ലോകമെല്ലാം കീഴടക്കിയ ഒരു വ്യക്തിയാണെങ്കിലും, ഒരു രാജാവാണെങ്കിലും, അയാൾ ലോകം കീഴടക്കി കഴിഞ്ഞാൽ പിന്നെ ചിന്തിക്കുന്ന എന്താണ്? ഭൂമി തൻ്റേതാണ്. പിന്നെ ആ ഭൂമിയെല്ലാം പിടിച്ചെടുത്ത ഭൂമി, രാജാവ് ഇതെല്ലാം എൻ്റേതാണ്. എൻ്റെ മറ്റുള്ളവരെയെല്ലാം ധിക്കരിക്കും, ഏകാധിപതിയാവും. അതാണ് ഹിറ്റ്ലറും നെപ്പോളിയനും എല്ലാം അവസാനം ലോകമെല്ലാം കീഴിട്ട് പിന്നെ അവരുടെ സ്വന്തം അവർ തന്നെ ഈ രാജാവ് ദൈവമാതിരിയായിട്ട് മാറും. ഇത് ജനങ്ങളെല്ലാം ഒരുമാതിരി കാണാൻ തുടങ്ങും. അഭിമാനിയായി മാറി ഈ ദേശമെല്ലാം എൻ്റെ ആണ്, ഞാനാണ് ഇവിടെ അഹങ്കരിച്ചിട്ട് പരസ്പരം മറ്റുള്ളവരോടെല്ലാം വൈരാഗ്യം ഉണ്ടാവും. പിന്നെ അവനായിരിക്കും താല്പര്യമുണ്ടാവും. ബാക്കിയുള്ളവരെല്ലാം ഒരു നീചന്മാരായി, കീഴിലുള്ളവരെല്ലാം അല്പന്മാരായി കണ്ട് പിന്നെ അവരോടെല്ലാം അവർക്ക് ഉള്ളിൽ വൈരം വെച്ച് അവസാനം അങ്ങനെയുള്ളവരുടെ അവരെന്ത് പറ്റും? അവിടെ തന്നെ ആ യുദ്ധക്കളത്തിൽ തന്നെ വീണ് മരിക്കും. നമുക്കറിയാലോ, ഏകാധിപതികളായിട്ട് ലോകത്തെ മുഴുവൻ ഞാനാണ് എന്ന് പറഞ്ഞ് നടന്നവരെല്ലാം അവസാനം ആ യുദ്ധക്കളത്തിൽ വെച്ച് തന്നെയാണ് മരിച്ചു വീഴുന്നത്. നേരെ മറിച്ച് ലോകത്തെ എല്ലാം കീഴടക്കിയാൽ ലോക നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നുണ്ടെങ്കിൽ ആരും അതൊന്നും സംഭവിക്കില്ല. എന്നാൽ വൈര്യം വിട്ട സന്യാസി എത്തിച്ചേർന്നിടം അവർ എത്തില്ല. എന്നാൽ ഈ ലോകം മുഴുവൻ കീഴടക്കാൻ പോകുന്ന രാജാവ് ആ യുദ്ധഭൂമിയിൽ തന്നെ വലിച്ചു വീഴുകയാണ്. എന്നാൽ ഇതെല്ലാം വിട്ട് എനിക്കിതൊന്നും വേണ്ട എന്ന് വെച്ച സന്യാസി എന്ത് പറ്റുന്നു? ശാശ്വതമായ എല്ലാം വിട്ടറിഞ്ഞു പോയാൽ ശാശ്വതമായ ശാന്തി ലഭിച്ച് പോകും. 16 ചിലപ്പോൾ വള്ളിച്ചെടികളുടെ ഇടയിൽ കയറിക്കൂടിയ പറവകളിൽ ആകൃഷ്ടനാകും. വള്ളിച്ചെടികളെല്ലാം ചുറ്റുമുണ്ട്, അതിൻ്റെ ഇടയ്ക്ക് നല്ല പറവകളുണ്ട്, ഭംഗിയുള്ള പച്ച മഞ്ഞ. പറവകളെ കാണുമ്പോൾ അതിൽ ഭയങ്കര ആകൃഷ്ടരായിരിക്കും. ആ സമയത്താണ് വേറൊരു ഭാഗത്തുനിന്ന് സിംഹത്തിൻ്റെ ശബ്ദം കേൾക്കുന്നത്. അപ്പോൾ പേടിച്ച് വിറക്കുകയും ചെയ്യും. പിന്നെ കൂട്ടിനായി കജാതി പക്ഷികളെ കൂട്ടുപിടിക്കുകയും ചെയ്യും. പിന്നെ ജീവിതത്തിൽ ഒരു കൂട്ടിന് വേണ്ടിയിട്ട് വേറെ ചില എന്തെങ്കിനെയെല്ലാം കൂട്ടി നടക്കും. എന്നിട്ട് അങ്ങനെ കൂട്ടി നടക്കുമ്പോൾ 17 അപ്പോൾ ഇവിടെ പക്ഷികൾ എന്നെല്ലാം പറയുകയാണെങ്കിലും
നമ്മളെ കൂട്ടിന് ചിലവരെന്ത് ചെയ്യും? താണ ചില ആൾക്കാരെയെല്ലാം കൂട്ടിന് പിടിച്ച് അവരെ സേവിക്കുന്ന ചിലവരെ പിടിച്ചിട്ട് സിൽബന്തികളായിട്ട് നടക്കും. നമുക്കറിയാലോ, ചില നേതാക്കന്മാർക്കെല്ലാം അവർക്ക് എന്ത് സേവ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് സിൽബന്തികൾ ഉണ്ടാവും. അതാണ് ഈ നീചപക്ഷികൾ എന്നെല്ലാം ഇവിടെ പറഞ്ഞു കൊണ്ടുവരുന്നത്. ആള് വലിയ 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 ഇതല്ലായിരിക്കും, പണം വലിയ ഇതായിരിക്കും, പക്ഷെ അവൻ്റെ കൂടെ നടക്കാൻ കുറേ തല്ലിപ്പൊളി പാർട്ടീസ് ഉണ്ടാവും. അവന് വേണ്ടിയിട്ട് എന്തും മരിക്കാൻ തയ്യാറായിട്ട്. പക്ഷെ അവർക്കും എന്തിനു വേണ്ടിയിട്ടാണ്? ഇവന്റെ പൈസ വേണ്ടിയിട്ടാണ് കൂടുന്നത്. എന്നിട്ട് അവരാൽ വഞ്ചിതരാകുമ്പോൾ കൈരയിൽ പറയുകയാണ്, അവരും ഇവന്റെ അടുത്ത് നിന്ന് കിട്ടിയതൊന്നും മര്യാദ കിട്ടുന്നില്ലെങ്കിൽ അവരും ശരിക്കും ഒരു കാലം വഞ്ചിക്കും. കാരണം അവര് നിൽക്കുന്നത് ഇവനോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല, കണ്ടിട്ടാണ്. അപ്പൊ അവര് വഞ്ചിക്കാനാകുമ്പോൾ പിന്നെ അവർ ഹംസങ്ങളെയും പിന്നെ വിട്ട് കുരക്കന്മാരെയും സമീപിക്കും. അപ്പം പിന്നെ ഇങ്ങനെയുള്ള ആൾക്കാരെ വിട്ട് ഹംസങ്ങളെ, അതായത് വേറെ ചിലതരം ആൾക്കാരെ കൂട്ടുകൂടും. അങ്ങനെ അവരും വഞ്ചിക്കുമ്പോൾ ഇങ്ങനെ ഓരോ ആൾ തരം നോക്കി ആൾക്കാരെ മാറ്റി മാറ്റിക്കൊണ്ടേയിരിക്കും. എന്നിട്ട് ആ വനകൂടാരത്തിൽ ഒരു കൊട്ടാരെല്ലാം കെട്ടി രതിക്രീഡകളിൽ മുങ്ങി, പിന്നെ വല്ല ഇപ്പം സ്ത്രീകളെ കൂടിയോ മറ്റോ കൂടിയിട്ട് ആ രതിക്രീഡകളിൽ മുങ്ങി ജീവിത കാലം അവസാനിക്കുന്നത് ചിന്തിക്കാതെ അങ്ങനെ അങ്ങ് കഴിഞ്ഞു പോകും. കാലം പോകുന്നുണ്ട്, മരണം ഇത് അടുത്ത് വരാൻ പോകുന്നു എന്നൊന്നും ചിന്തിക്കാതെ അങ്ങനെ ആ തരത്തിലങ്ങ് ജീവിച്ച് പോകും. ഇനി 18 മരങ്ങൾക്ക് കീഴെ രമിച്ച്, മരഞ്ഞുട്ടി പ്രേമം എന്നുള്ള നിലയിൽ കണ്ടാൽ മതി. മരങ്ങൾക്ക് കീഴെ രമിച്ച് പുത്രനും പുത്രിയെല്ലായിട്ട് പത്നിമാരും സ്നേഹം വെച്ച്, അപ്പം മരം ചുറ്റി പ്രേമെല്ലാം കഴിഞ്ഞിട്ട്, പണ്ടത്തെ സിനിമയിലെ മരം ചുറ്റി പ്രേമമാണ്. ഇപ്പോൾ ഉണ്ടോയെന്ന് അറിയില്ല. ഇപ്പോൾ ഉണ്ടാ മരത്തിൻ്റെ അടക്കെല്ലാം തന്നെ, മരങ്ങളുടെ അടക്കെല്ലാം നോക്കിയിട്ട് ദൂരെ ഏതെങ്കിലും മരം നോക്കിയിട്ട്, അന്നത്തെ കാലം എല്ലാം ഉണ്ടെന്ന് തോന്നിയതല്ല, ഇന്നും ഉണ്ടാവും. മരങ്ങളുടെ അടക്കെല്ലാം തന്നെയായിരിക്കും. എന്നുവെച്ചാൽ പുത്രനും പുത്രിയെല്ലായി പത്നിയായിട്ട് സ്നേഹം വെച്ച് സംഗമത്തിൽ ആസക്തരായി, പിന്നെ സംഗമെല്ലായിട്ട് അങ്ങനെ അങ്ങ് കഴിഞ്ഞുകൂടും. അതിലൂടെ എന്താണ് സംഭവിക്കുന്നത്? ബന്ധനമുക്തി നഷ്ടപ്പെട്ട് ബന്ധനങ്ങളിൽ പെടുകയാണ്. സ്ത്രീയായിട്ടും പുത്രരായിട്ടും മക്കളുമായിട്ടും ബന്ധനപ്പെടുത്തിൽപ്പെടുകയാണ്. അപ്പൊ സന്യാസത്തിലേക്ക് പോകുന്നവര് ഇതെല്ലാം കളഞ്ഞേ പറ്റും. ആത്മീയതയിലേക്ക് പോകട്ടെങ്കിൽ, ആത്മീയത എന്ന് പറയുന്ന ബ്രഹ്മസാക്ഷാത്കാരം ജീവിതത്തിന്റെ ലക്ഷ്യം എന്നതാണെങ്കിൽ ഭാര്യയും മക്കളെ എല്ലാം ഉപേക്ഷിച്ചിട്ട് പോയിക്കൊള്ളുക. ബന്ധനം പാടില്ല. അതുകൊണ്ട് ആത്മീയ അത്ര സുഖമുള്ള പരിപാടിയൊന്നുമല്ല. നമ്മൾ ഈ ആത്മീയ എന്തോ നല്ല കാര്യമാണെന്ന് വെച്ചുകൊണ്ടാണ് നടക്കുന്നത്. ഇതൊന്നും ഒരു പ്രഭാഷണത്തിലും മാറപ്പെടയില്ല. പ്രഭാഷണത്തിൽ പോയാൽ എന്താണ് കേൾക്കുക? നമ്മളെല്ലാം പണ്ട് എത്ര പാടുപെട്ട് നടന്നിട്ട് പഠിച്ചതാണ്. ഇപ്പം കുട്ടികൾക്കെല്ലാം നമ്മൾ കാറ് വാങ്ങിക്കൊടുത്ത് ഒരു കാറ് പോകുന്നു, സുയിക്കുന്നു. എന്നാൽ നമ്മളോട് അവർക്കിപ്പോൾ സ്നേഹമുണ്ടോ? അവർ വലുതാകുമ്പോൾ നമ്മളെ തിരിഞ്ഞു നോക്കി. ഇതെല്ലാം കേൾക്കുമ്പോൾ അവിടെ വയസ്സന്മാരാണ് കേൾക്കാനിരിക്കുക. അവർ വിചാരിക്കും, വേദങ്ങൾ ഇതല്ലല്ലേ പറയുന്നത്. ഈ പിള്ളേരെല്ലാം ഒന്ന് കേട്ടിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. അവരെല്ലാം പിന്നെ അച്ഛനമ്മമാരെ നോക്കുക, എന്തൊരു നല്ല സ്വഭാവം. ഇവരെ പറയുന്നതെന്ന് വെച്ചാൽ എല്ലാം വിട്ടെറിഞ്ഞിട്ട് കളഞ്ഞു കെട്ടി പോകാനാണ്. മക്കള് വലുതാകുമ്പോൾ എല്ലാം സ്വന്തം മക്കളെല്ലാം ഏൽപ്പിച്ചിട്ട് ഉള്ളതെല്ലാം ഏൽപ്പിച്ചിട്ട് കാട്ടുപോകാനാണ് പറയുന്നത്. അന്നേരമാണ് ഇവിടെ വയസ്സാകാലത്ത് നമ്മളെ തിരിഞ്ഞു നോക്കുന്നില്ല തട പ്രഭാഷണം നടത്തുന്ന ആത്മീയ പ്രഭാഷണം. ഇത് എവിടെ നിന്ന് കിട്ടിയതാണോ എന്തോ. ഇവിടെയെല്ലാം നേരെ കുടുംബജീവിതം കളഞ്ഞു പോകേണ്ട കാര്യമാണ് പറയുന്നത്. ബന്ധനമുക്ത നഷ്ടപ്പെടുന്നു. ചില നേരത്ത് അശ്രദ്ധ മൂലം മല ഇടുക്കുകളിൽ പതിച്ച്, അപ്പൊ കാട്ടിലിങ്ങനെ മലയെല്ലാം ഉണ്ടാവല്ലോ, ഓരോന്ന സ്ഥലമെല്ലാം ഉണ്ട്, അതിൻ്റെ ഇടയ്ക്കെല്ലാം പതിച്ചു പോകും. അതുപോലെ നമ്മുടെ ജീവിതത്തിലും
എന്തെങ്കിലും അശ്രദ്ധയിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ മലയിടക്കിൽ പെടുന്ന മാതിരി ദുർഘടമായ ചില പ്രശ്നങ്ങളിലെല്ലാം കൊണ്ട് തലയിട്ടെന്ന് വരും, വീണെന്ന് വരും. അവിടെ ആനയെ പേടിച്ച് വല്ല വള്ളിയിലും പിടിച്ച് തൂങ്ങിക്കിടക്കും. ഒരു ഉദാഹരണം വരെ കാട്ടിലായെങ്കിൽ മലയിടക്കിൽ അരമ്പെടും. അപ്പോൾ ആന വരുന്ന അപ്പം പിന്നെ എന്ത് ചെയ്യുക, അടുത്തുള്ളൊരു വള്ളി പിടിച്ച് ചേർന്നിട്ട്, ആന അടുത്ത് കരക്ക് കിടക്കല്ലേ, അതുകൊണ്ട് വള്ളി കിട്ടിയോണ്ട് ചാടിപ്പിടിച്ച് ഞേന്നിങ്ങനെ കിടക്കുന്ന മാതിരി സിനിമയിലെല്ലാം കാണുന്നില്ല, അതേമാതിരിയാണ് ഇവിടെ വർണ്ണിച്ചിരിക്കുന്നത്. അതേപോലെ നമ്മളും ചിലപ്പോൾ ദുർഘട ഘട്ടങ്ങളെല്ലാം വന്ന് ചാടിപ്പൊടുക്കും, വല്ലതിലും വന്ന് വീഴുമ്പോൾ വേറെ വല്ല പ്രശ്നങ്ങളും അവിടെ നിന്ന് നമ്മളെ തേടി വരും. അപ്പോൾ പിന്നെ അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴി നോക്കിയിട്ട് ഇങ്ങനെയുള്ള ദുർഘട ഘട്ടങ്ങളെല്ലാം തരണം ചെയ്ത് പോകേണ്ടി വരും. ഇനി 19, അവൻ ഏതെങ്കിലും തരത്തിൽ ആപത്തിൽ നിന്നും മുക്തനായാലും, ഇനി എന്തെങ്കിലും തരത്തിൽ ഇങ്ങനെയുള്ള ജീവിതം ഈ വനത്തിൽ നിന്ന് ഒരുമാതിരി രക്ഷപ്പെട്ടെല്ലാം വന്നാലും, വനത്തിൽ നിന്ന് പറയുമ്പോൾ നമ്മളെ ജീവിതയാത്രയിൽ എങ്ങനെയല്ലോ ഇത് ജീവിച്ച് തീർത്ത് വയസ്സാം കാലത്ത് മരിക്കുന്ന അവസ്ഥയെത്തി, നമ്മളെ ജീവിതം കംപ്ലീറ്റ് ചെയ്തു, ഇങ്ങനെയെല്ലാം കംപ്ലീറ്റ് ചെയ്താലും പിന്നെ മരിച്ച്, അപ്പോൾ അവൻ്റെ ഇതുമാതിരിയല്ലോ ജീവിച്ചങ്ങ് തീർത്തു. പിന്നെയും ആ യാത്രിക സംഘത്തിൽ തന്നെ വന്നു ചേരും. പിന്നെയും മരിച്ചു കഴിഞ്ഞാലും പുനർജനിക്കുന്ന ഏതാണ്? ഈ സംഘത്തിൽ തന്നെയാണ്, ഈ കച്ചവട സംഘത്തിൽ തന്നെയാണ് നമ്മൾ വന്ന് വീഴാൻ പോകുന്നത്. ഈ മായായാത്രയിൽ അകപ്പെട്ടവൻ ഒരിക്കലും ഈ സംസാര ചക്രത്തിനപ്പുറത്തുള്ള അറ്റത്തെ കാണുന്നില്ല. അവൻ ഒരിക്കലും ഈ സംസാര ചക്രത്തിന്റെ അപ്പുറം എന്താണുള്ളത്? നിർഗുണമായ ബ്രഹ്മം. ആ ബ്രഹ്മമാണ് ഈ പ്രപഞ്ചമായി മാറിയിട്ട് മായയുടെ അടിസ്ഥാനത്തിൽ ഇതെല്ലാം കാട്ടിക്കൊട്ടുന്നത്. ഇതിൽ നിന്നെല്ലാം മുക്തമായിട്ട് വെളിയിൽ കടന്നു കഴിഞ്ഞാൽ പിന്നെ ശാശ്വതമായ ബ്രഹ്മം മാത്രമേ ഉള്ളൂ. ആ ബ്രഹ്മമാണ് ഇതെല്ലാം കാട്ടിക്കൊടുക്കുന്നത്. ആ അറ്റം കാണാൻ അവർക്ക് പറ്റില്ല. ഈ ഭൗതിക ലോകത്തിൽ ജീവിക്കുന്ന ഒരാൾക്കും ആത്മീയമായ ആ ശക്തിയെ കാണാൻ പറ്റില്ല. അത് കാണേണ്ടി കൂടുതുണി അടക്കം കളിച്ച് കുടുംബത്തെ എല്ലാം ഉപേക്ഷിച്ചിട്ട് ബ്രഹ്മമേ ശരണം എന്നുകൊണ്ട് പോയിക്കൊള്ളുക, വേറെ വഴിയൊന്നുമില്ല. എന്നിട്ട് 20 പറയാൻ, രഘുഗണ രാജാവേ, ചില രാജാവിനോട് ഉപദേശിച്ചു കൊടുത്തിട്ടാണല്ലോ. എന്നിട്ട് പറയാണ്, അങ്ങയും അതിൽപ്പെട്ടയാൾ തന്നെ, അങ്ങ് ഇതിലേതെല്ലാം എല്ലാം പെട്ട ആൾ തന്നെയാണ്. അങ്ങ് രാജാവാണെന്നെല്ലാം പറയുന്നുണ്ടെങ്കിൽ ഇതിലെല്ലാം പെട്ടത് തന്നെ. ആകയാൽ സർവചരാചരങ്ങളിലും മൈത്രിയോടെ കണ്ട്, ഈ ലോകത്തിലുള്ള എല്ലാത്തിനെയും മൈത്രിയോട് ബന്ധം, ഈ ലോകത്തിൽ എന്തുണ്ടെങ്കിലും അതെല്ലാം ബ്രഹ്മസമാനമാണ്, എനിക്ക് സമാനമാണ്, എൻ്റെ മിത്രമാണ് എന്ന് കണ്ട് അനാസക്തനായി, ആസക്തി ഉണ്ടാകാൻ പാടില്ല. ഞാൻ, എൻ്റേത്, എൻ്റെ കുടുംബം, എൻ്റെ മക്കള്, എൻ്റെ ദേശം, എൻ്റെ ജോലി, ഈ ചിന്തയെല്ലാം, എൻ്റെ ശരീരം, ഇതെല്ലാം കളഞ്ഞ് ഉള്ളതെല്ലാം എനിക്ക് സമാനമായി കണ്ട് ശ്രീഹരിയുടെ ഭജനത്താൽ, ശ്രീഹരിയെ ഭജിച്ചുകൊണ്ട് മൂർച്ച കൂടിയ ജ്ഞാനം നേടി, ഈ പറയുന്ന മൂർച്ചയുള്ള ഈ ജ്ഞാനത്തിൻ്റെ ഖഡ്ഗമെടുത്തിട്ട് എന്ത് ചെയ്യണം? ഈ സംസാര ചക്രത്തെ മുറിച്ചിട്ട് ഈ വനത്തെ വെട്ടിയിട്ട് നിങ്ങൾ അതിൻ്റെ അപ്പുറത്തേക്ക് കടക്കണം. ഈ സംസാര കാടിനെ വെട്ടിയിട്ട്, അതിനെ സംസാര വനമാകുന്ന ഈ കാടിനെ വെട്ടിയിട്ട് മുറിച്ചിട്ട് നിങ്ങൾ മുന്നോട്ടേക്ക് കടന്ന് പോവുക. ഇപ്പം 21 രഘുഗണ രാജാവ് പറയുകയാണ്, മനുഷ്യജന്മം മറ്റെല്ലാ ജന്മത്തെക്കാളും ശ്രേഷ്ഠകരമാണ്. രാജാവിന് കുറേ കാര്യം മനസ്സിലായി. മനുഷ്യജന്മം മറ്റുള്ള ജന്മത്തെക്കാളും ശ്രേഷ്ഠകരമാണ്. കാരണം മനുഷ്യജന്മത്തിൽ മാത്രമേ ഇതിനെയെല്ലാം കളഞ്ഞു കെട്ടിട്ട് പോകാൻ പറ്റുള്ളൂ. ബാക്കിയുള്ള മൃഗത്തിനൊന്നും ഇത് പറ്റില്ല. മനുഷ്യന് മാത്രമേ ഉള്ളൂ ഇതെല്ലാം കളഞ്ഞു കെട്ടിയിട്ട് പോകാം. പരലോകത്തിലും ദേവാദി ദേവകളായി പോലും ജനിച്ചിട്ട് എന്ത് കാര്യം?
ഈ ദേവന്മാരായിട്ട് ജനിച്ചിട്ട് പോലും ഒരു കാര്യമില്ല എന്നാണ്. ഏതാ ദേവന്മാര്? ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരായിട്ട് ജനിച്ചിട്ടും ഒരു കാര്യമില്ല. കാരണമല്ല, അവരെല്ലാം അവിടെ കടന്നിട്ട് അതെല്ലാം ബലങ്ങളാണ്, അല്ലാതെ അവരെ വ്യക്തികളൊന്നുമില്ല. എന്നാലും അവര് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ രാത്രി ഉറക്കമില്ലാതെ ജോലി ചെയ്യുകയാണ്. രാത്രി മുഴുവൻ സൃഷ്ടി നടത്തലാണ് ആ ബ്രഹ്മാവിന്റെ ജോലി. ഉറക്കമില്ല. വിഷ്ണുവാണൊക്കെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ദേവതകളെല്ലാം. നമ്മൾ ചിലവർ എന്ത് ചെയ്യുന്നുണ്ടെന്ന് വെച്ചാൽ ദൈവത്തെ പിടിച്ച് കൂട്ടിയിട്ട് രാത്രി കിടത്തി ഉറക്കിയിട്ട് രാവിലെ വിളിച്ചെടിപ്പിക്കുന്നുണ്ട്. ആ ദേശത്തിൽ അങ്ങനെ രാത്രി പിടിച്ചുറക്കിയിട്ട് രാവിലെ ഇടിപ്പിച്ചു കഴിഞ്ഞാൽ രാത്രി ആ ദേശത്തിന്റെ കാര്യം എന്താ? നാഥനില്ലാത്ത അവസ്ഥ. ഈശ്വരന് ഉറക്കമൊന്നുമില്ല. അതുമാതിരി ഈ ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാർക്കും അവർക്കൊന്നും ഉറക്കമില്ല. ഏത് സമയം നമുക്കാണ് കുറച്ചെങ്കിലും, ഈ ജീവജാലങ്ങൾക്കാണ് ഉറങ്ങാൻ സമയം തന്നിരിക്കുന്നത്. കല്ലിനും മണ്ണിനും ഒന്നും ബലങ്ങൾക്കൊന്നും ഉറക്കമില്ല. അവർ ഉറക്കമില്ലാതെ വർക്ക് ചെയ്യുകയാണ്. സൂര്യനും ചന്ദ്രനും ഒന്നും ഉറങ്ങാതെ വർക്ക് ചെയ്യുകയാണ്. ഉറങ്ങാനുള്ള അവസരം കുറച്ചെങ്കിലും കിട്ടിയത് മനുഷ്യർക്കാണ്. അപ്പൊ അവരുടെ കാര്യം കഷ്ടപ്പാടാണ്. നമ്മളെക്കാട്ടിയും കഷ്ടപ്പാട്. അവരെ അസൂയപ്പെടുകയാണ് നമ്മളെ പറ്റി ചിന്തിച്ചിട്ട്. ഇവന്മാർക്ക് കുറച്ച് നേരം ഉറങ്ങാനൊന്നും പറ്റുന്നുണ്ടല്ലോ. ദേവങ്ങളായിട്ട് ജയിച്ചിട്ട് എന്ത് കാര്യം? കാരണം അവിടെ അഥവാ അവർക്ക് ശ്രീഹരിയുടെ കീർത്തിഗാനം ശ്രവിക്കുന്നതിനുള്ള ഭക്തന്മാരുടെ സമ്പർക്കം ലഭിക്കുന്നില്ല. അതുകൊണ്ട് ഇത്തരം ഭക്തന്മാർ, ഇപ്പം ഭരതം വന്നിട്ട് മനുഷ്യരോട് പറഞ്ഞു കൊടുത്തല്ലോ, ഈ ദേവന്മാർക്കൊന്നും സൂര്യനും ചന്ദ്രനും ഇത് പറഞ്ഞു കൊടുക്കാൻ ആരും ഇല്ലാന്ന്. ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാർക്കെല്ലാം പറഞ്ഞു കൊടുക്കാൻ ആരാണുള്ളത്? മനുഷ്യരോടല്ലേ കഥയായിട്ട് പറഞ്ഞു തരാൻ പറ്റും. അപ്പം മഹാന്മാര് മനുഷ്യരിലടക്കാനുള്ളത് ഇത്തരം കഥകൾ പറഞ്ഞു കൊടുക്കാൻ. അതുകൊണ്ട് മനുഷ്യരായി ജനിക്കുന്നതിനാണ് ഏറ്റവും. എല്ലാ ദേവന്മാരായിട്ട് ജനിച്ചു കഴിഞ്ഞാൽ അവർക്കൊന്നും ഇത് പറഞ്ഞു കൊടുക്കാനൊന്നും ആരുമില്ല. സൂര്യൻ ഇതെല്ലാം കേട്ടിട്ടാണ് ഇരിക്കുന്നത്. സൂര്യഭഗവാൻ, ചന്ദ്രഭഗവാൻ, അഗ്നി ഭഗവാൻ, അതെല്ലാം ഈ കഥ കേൾക്കാനല്ലേ ഇരിക്കുന്നത്. വേദം എടുത്തു കൊടുത്തു കഴിഞ്ഞാൽ കരിച്ചിട്ട് കൈമത്തരും. എന്നിട്ട് 22 പറയാണ്, അവയുടെ ശ്രീഹരി കഥാശ്രവണത്താൽ പാപം നശിച്ച് ശ്രീഹരിയിൽ വിശുദ്ധ ഭക്തി ഉണ്ടാവുക തന്നെ ചെയ്യും. അങ്ങനെ ഈ മഹാന്മാരുടെ കഥകൾ, പറയുന്ന കഥകൾ കേട്ടാൽ, ഈ മഹാന്മാരിവിടെ ഭരതനാണ്. ഭരതൻ ആരോട് പറഞ്ഞു കൊടുക്കുകയാണ്? രാജാവോട് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പൊ അങ്ങയെപ്പോലെയുള്ള ഭക്തിയുള്ളവരുടെ ഈ കഥകൾ കേട്ടാൽ ശ്രീഹരിയിൽ വിശുദ്ധ ഭക്തി ഉണ്ടാവുക തന്നെ ചെയ്യും. അങ്ങയെപ്പോലുള്ളവർ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ ഭക്തി ഉണ്ടാവും, സംശയമൊന്നുമില്ല. താങ്കളുടെ സ്വല്പ സമയത്തെ സാമീപ്യം, അല്പസമയമാണ് താങ്കൾ എൻ്റെ അടുത്ത് ചെലവഴിച്ചത്. ആ സാമീപ്യം ദുഷിച്ച യുക്തിവാദത്തിൽ നിന്നും, യുക്തിവാദത്തിൽ വേരൂന്നിയ എൻ്റെ അവിവേകത്തെ അകറ്റി. യുക്തി, അതായത് അങ്ങയോടൊപ്പം കുറച്ച് സമയം, അങ്ങയെപ്പോലെയുള്ള മഹാന്മാരോട് കുറച്ച് സമയം കൂടിയപ്പോൾ എന്ത് പറ്റി? ദുഷിച്ച യുക്തിവാദത്തിൽ അധിഷ്ഠിതമായ എൻ്റെ വിവേകമില്ലായ്മയെല്ലാം നശിച്ചു. എൻ്റെ 23 അതുകൊണ്ട് അങ്ങനെയുള്ള മഹാന്മാർക്കെല്ലാം നമസ്കാരം, കുട്ടികൾക്ക് നമസ്കാരം, യുവാക്കൾക്ക് നമസ്കാരം, സകല കുമാരന്മാർക്കും നമസ്കാരം, ബ്രഹ്മജ്ഞന്മാർക്കും അവധൂതന്മാർക്കും എല്ലാവർക്കും നമസ്കാരം, രാജാക്കന്മാർക്ക് മംഗളമുണ്ടാകട്ടെ. അപ്പൊ എല്ലാവർക്കും നമസ്കാരം. എന്തുകൊണ്ടാണ് പറഞ്ഞത്? എല്ലാം ബ്രഹ്മമാണ്. അയാൾക്ക് ബുദ്ധി തെളിഞ്ഞിപ്പോ. ആർക്ക്? ഈ രാജാവിന്. കുട്ടിയായാലും പട്ടിയായാലും രാജാവായാലും എല്ലാവരും എന്താണ്? സമന്മാരാണ്. അപ്പൊ എല്ലാവരെയും നമസ്കരിക്കുക. ഒരു കുട്ടിയായിട്ട് ഒരു കൊച്ചുണ്ടെങ്കിൽ അത് ബ്രഹ്മം തന്നെയാണ്. അതിൻ്റെയും ബ്രഹ്മത്തെ കാണാൻ ശ്രമിക്കുക. എല്ലാറ്റിനും സമഭാവത്തിൽ കാണുക. അപ്പൊ ആ നിലയിൽ അദ്ദേഹം എത്തി. കൊച്ചിനെയും നമസ്കരിക്കുകയാണ്, എല്ലാറ്റിനെയും നമസ്കരിക്കുകയാണ്. പക്ഷേ രാജാക്കന്മാർക്ക് എന്തേ കൊടുത്തിട്ടുള്ളൂ? മംഗളം നേരുകയും ചെയ്തിട്ടുള്ളൂ. രാജാക്കന്മാർ നമസ്കരിച്ചിട്ടൊന്നുമില്ല.
കാരണം രാജാക്കന്മാരെന്ന് പറഞ്ഞാൽ ജനങ്ങളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ആ ശക്തി കൊണ്ട് പിടിച്ചിടുന്ന ഒരു പോസ്റ്റാണ്. അല്ലാതെ അവനവിടെ അഹങ്കരിക്കാനല്ല, ജനത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ പിടിച്ചിട്ടിരിക്കുന്നത്. അതുകൊണ്ട് അത്ര വലിയ സ്ഥാനമൊന്നും അല്ല അത്. ഇനി 24 ശ്രീ ശുകൻ പറയുന്നു, ഹേ പരീക്ഷിത്തെ, ആ ബ്രഹ്മർഷി പുത്രൻ തന്നെ അവഗണിച്ച സിന്ധു രാജാവിനെ, അതായത് ഈ ഭരതൻ എന്ത് ചെയ്തു? ആദ്യം സിന്ധു രാജാവ് ഇദ്ദേഹത്തെ അവഹേളിച്ചു. എനിക്ക് ശിക്ഷ തരും, നിന്നെ കൊണ്ട് ഇതൊന്നും ചുമക്കാൻ പോലും പറ്റുന്നില്ലേ എന്നെല്ലാം പറ്റി പരിഹസിച്ചിട്ട് പല്ലക്ക് ചുമക്കാൻ ഏൽപ്പിക്കുകയാണല്ലോ. പരിഹസിച്ച അവഗണിച്ച സിന്ധുരാജന്, ആ സിന്ധുരാജനെ ഇദ്ദേഹം എന്ത് ചെയ്തു? കാരുണ്യത്താൽ ആത്മതത്വം ഉപദേശിച്ച്. അപ്പൊ ഇങ്ങനെ ആത്മതത്വം ഉപദേശിച്ചപ്പോൾ അങ്ങേർക്ക് ഇദ്ദേഹത്തിന്റെ മഹത്വം മനസ്സിലായി. ഒടുവിൽ അദ്ദേഹത്താൽ അഭിനന്ദിക്കപ്പെട്ട്, പിന്നെ അദ്ദേഹം അഭിനന്ദിച്ചിങ്ങനെ ഒടുവിൽ അദ്ദേഹം ശുദ്ധവും ശുദ്ധ ഹൃദയവുമായിട്ട് ലോകം മുഴുവൻ ചുറ്റി സഞ്ചരിച്ചു. ആ രാജാവിന്റെ ലോകം മുഴുവൻ ശുദ്ധ ഹൃദയം ഇങ്ങനെ ചുറ്റി സഞ്ചരിക്കാം. പിന്നെ ബ്രഹ്മസാക്ഷാത്കാരം എല്ലാം ഉടുതുണിയെല്ലാം വിളിച്ചു കളഞ്ഞിട്ട് ബ്രഹ്മേ ശരണം എന്ന് വെച്ചാൽ ഇങ്ങനെ പോയിക്കൊള്ളൂ, ഇതുവരെ സാക്ഷാത്കാരം നേടുന്നത് വരെ. ഇത് 25 രഘുഗണൻ എന്ന രാജാവ് ശ്രവിച്ച പരമാത്മ തത്വത്തെ ഗ്രഹിച്ച്, അദ്ദേഹത്തിന് കിട്ടിയ ആ പരമാത്മ തത്വത്തെ ഗ്രഹിച്ച് തന്നിൽ ഉറച്ചിരുന്ന ദേഹാത്മബുദ്ധിയെ ഉപേക്ഷിച്ച് ദേഹം ഞാൻ എൻ്റേത് എന്നുള്ള ചിന്തകളെല്ലാം എടുത്തു കളഞ്ഞ് ഉപേക്ഷിച്ചു. ഇങ്ങനെയാണ് ഭഗവാന്റെ ആശ്രിതന്മാരെ ആശ്രയിക്കുന്നവരുടെ കൂടി മഹിമ കാണേണ്ടത്. ഭഗവാനെ ആശ്രയിക്കുന്ന ഭരതന്റെ ആശ്രയിക്കുന്ന ആര്? രഘുഗുണൻ എന്ന രാജാവ്. അപ്പൊ അദ്ദേഹവും മഹാനായി മാറും. അങ്ങനെ മഹാന്മാരിലൂടെ അടുപ്പം കൊണ്ട് എന്താവും? ഉന്നത നിലയിലേക്ക് പ്രാപിക്കും. ഏത്? ഈ തരത്തിൽ ഉപദേശിക്കുന്നവര്. 26 പരീക്ഷിത്ത് പറയുകയാണ്. അപ്പൊ ഇതെല്ലാം കേട്ട് പരീക്ഷത്തോടാണല്ലോ പറഞ്ഞിരുന്നത്. കഥ പരീക്ഷത്തിന് പണ്ട് പറയുന്നതാണ്, അതൊന്നും മറന്നു. ബ്രഹ്മർഷി അപ്പൊ പരീക്ഷത്തിനാണ് ഇതെല്ലാം പറഞ്ഞു കൊടുക്കുന്നത്. അങ്ങ് വസ്തുതയെ മറച്ചുകൊണ്ട് പറഞ്ഞ കാര്യങ്ങൾ, അങ്ങേര് കുറെ പട്ടി പൂച്ച കാട്ടിലെ മറ്റേ കുഴിയിൽ വീണ് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് പറഞ്ഞ കാര്യങ്ങൾ, പല കാര്യങ്ങളും മറച്ചു വെച്ചുകൊണ്ടാണ് പറഞ്ഞ കാര്യങ്ങൾ നല്ല ബുദ്ധിയുള്ള മനുഷ്യർക്ക് മാത്രമേ മനസ്സിലാവുകയുള്ളൂ. അത് നല്ല ബുദ്ധിയുണ്ടെങ്കിൽ എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മനസ്സിലാക്കുകയുള്ളൂ. എന്നാൽ സാധാരണ ജനങ്ങൾക്ക് അത് അത്ര പെട്ടെന്ന് പിടികിട്ടുകയില്ല. ആയതിനാൽ ആ ദുരൂഹമായ പ്രസ്താവനകൾ അങ്ങേര് ഇടക്കിടക്കെല്ലാം ദുരൂഹമായിട്ട് ചിലത് കുറുനരി പട്ടി എന്നെല്ലാം പറഞ്ഞിട്ടുണ്ട്, പറവകൾ ഇന്നത് എന്നെല്ലാം പറഞ്ഞിട്ടുണ്ടല്ലോ. ആ ദുരൂഹമായ പ്രസ്താവനകൾ ഇനി അർത്ഥം പിടികിട്ടുന്ന തരത്തിൽ നിർദ്ദേശിക്കപ്പെട്ട് തരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. പരീക്ഷിച്ച് ആദ്യം ചോദിക്കുകയാണ്, ആ പറഞ്ഞതൊന്നും ബുദ്ധിമാന്മാർക്കേ മനസ്സിലാവുള്ളൂ, പരീക്ഷത്തിനും വലിയ പടി കിട്ടിയിട്ടില്ല എന്നാണ് തോന്നുന്നത്. അതുകൊണ്ട് ഒന്ന് വിസ്തരിച്ച് പറഞ്ഞു തരിക എന്ന് പറഞ്ഞിട്ടാണ് പിന്നെ ഉദാഹരണ സഹിതം 14-ാമത്തെ അധ്യായത്തില് ഇത് കുറച്ചുകൂടി വിസ്തരിച്ച് പറഞ്ഞു. സംഗതിയെല്ലാം ഒന്ന് തന്നെ.